മനുഷ്യരാൽ അസാധ്യമായൊരു ജീവിതത്തെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് കഴിയാത്ത ഒരു രക്ഷയാണ് ദൈവം നമുക്ക് വച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. തീരുമാനം എടുക്കുമ്പോൾ തന്നെ തോറ്റുപോകുക എന്നുള്ളതാണ് നമ്മുടെ ശീലം. അതങ്ങനെ നമുക്ക് നടക്കൂ, അങ്ങനെ കഴിയും. അതിന് യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും തോറ്റുപോകുന്നത്? അതിൻ്റെ കാരണം നമുക്കൊരടിമത്തം പാപത്തോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടിമ ആണ്, പാപത്തിൻ്റെ അടിമയായിരുന്നെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്ററാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ആ മാസ്റ്റർ, പാപം എന്ന മാസ്റ്റർ, പാപം എന്ന യജമാനനിൽ നിന്ന് നമ്മൾ തീരുമാനമെടുത്തോ കരഞ്ഞോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അറിയാം, ഒരു അടിമയ്ക്കും അങ്ങനെ കരഞ്ഞ് തീരുമാനമെടുത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിന് വെളിയിൽ നിന്ന് ഒരു രക്ഷകൻ നമ്മെ രക്ഷിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്തെ ആ പരിപാടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ രക്ഷകൻ നമ്മെ രക്ഷിക്കാതെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ റോമാലേഖനം 6:17-18 വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ അടിമകളായിരുന്ന നിങ്ങൾ, ദാസന്മാരായിരുന്ന നിങ്ങൾ, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ദ ഫോം ഓഫ് ഡോക്ട്രിൻ വിച്ച് വി ഗേവ് യു, ഫോം ഓഫ് ടീച്ചിങ്, ഒരു രൂപം, ഉപദേശത്തിൻ്റെ ഒരു രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും നീതിയുടെ ദാസ്യത്വത്തിലേക്ക് പോകുവാൻ നമ്മുടെ തീരുമാനങ്ങളല്ല നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനൊരു പ്രത്യേകമായ ഉപദേശ രൂപമുണ്ട്. ആ ഉപദേശ രൂപത്തെ ഇന്ന് നമ്മൾ അവഗണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും തോൽക്കുന്നവരായിട്ട് മാറുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ ദൈവസഭയുടെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ അവിടെ കാണാം. 37-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാര പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ഹൃദയത്തിലൊരു ഭാരം, മുറിവുണ്ടായി. കാരണം അത് യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരോട് പത്രോസ് പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ വന്നവനെ നിങ്ങൾ തന്നെയാണ് ക്രൂശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായ കുത്തുണ്ടായി. അവർ അപ്പോസ്തലനോട് ചോദിക്കുകയാണ്, പത്രോസിനോട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങളിങ്ങനെ ചെയ്തു പോയല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് വലിയൊരു ദ്രോഹം ഉണ്ടായിപ്പോയല്ലോ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ ആത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം 3 കാര്യങ്ങൾ അവിടെയുണ്ട്: മാനസാന്തരം, സ്നാനം, ആത്മാദാനം. 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരുമായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. 40-ാം വാക്യം, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അപ്പം 4 കാര്യങ്ങളായി. ഒന്ന് മാനസാന്തരം, മറ്റൊന്ന് സ്നാനം, പരിശുദ്ധാത്മദാനം. ഇപ്പോൾ അടുത്ത ഉപദേശം എന്താണ്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുവിൻ, രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അന്ന് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. 4 കാര്യങ്ങളാണ്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതെന്നും അങ്ങനെ തന്നെയാണ്. മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും ആത്മാവിനെ സ്വീകരിക്കുകയും വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുകയും ചെയ്യുക എന്നുള്ളതാണ് 4 കാര്യങ്ങൾ. അതിനുശേഷം ഒരു 4 കാര്യങ്ങൾ കൂടിയുണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ. അത് 41-ാം വാക്യം വായിക്കാം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കഴിഞ്ഞു, അതവരനുസരിച്ചു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഇപ്പം 4 കാര്യങ്ങൾ അല്ലേ? ഇപ്പം 4 എത്രയാണ്? 8 കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അല്ലേ? നമ്മൾ സാധാരണ എത്ര നോക്കിയാൽ 7 കാണാറുള്ളൂ. പക്ഷേ അവിടെ 8 കാര്യങ്ങളുണ്ട്.
ഈ ആദ്യത്തെ 4 കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അനേകർ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു, വേർപെട്ട കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ ചുരുക്കം. അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത പടിയിലേക്ക് കയറുകയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. അതിനുവേണ്ടിയാണ് റോമാലേഖനം പോലെ ബൃഹത്തായ ഒരു ലേഖനം ഈ അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം കൊടുത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാൻ പാടാണ് എന്ന് പറഞ്ഞ് അവഗണിച്ച് കളയാറാണ് പതിവ്. നമുക്ക് പ്രസംഗിക്കാൻ നമ്മുടെ ചർച്ചകളിലൊക്കെ സംഭവിക്കുന്നത് പ്രസംഗങ്ങളാണ്, പഠിപ്പിക്കലുകളല്ല. നമുക്ക് പഴയ നിയമത്തിൽ നിന്നൊരു നല്ല പ്രസംഗം പറയണമെന്ന് തോന്നി അതങ്ങ് പറയും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അന്ന് രാവിലെ കിട്ടുമ്പോൾ എവിടെയെങ്കിലും 5 പോയിന്റ് കിട്ടിയെങ്കിൽ അതങ്ങ് പറയും. അങ്ങനെ ആയി പിന്നെ ഗസ്റ്റ് പാസ്റ്റേഴ്സ് വന്ന് അവരുടെ സാമർഥ്യവും പാണ്ഡിത്യവും എല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ എപ്പോഴാണ് ഇതിരുന്ന് റോമാലേഖനം എന്താണ് പറയുന്നത്, അപ്പോസ്തലന്മാർ എന്താണ് ഉപദേശിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സഭയുടെ ഏറ്റവും ഫൗണ്ടേഷണലായിട്ടുള്ള ടീച്ചിങ്സ് എന്താണ്, ഇതൊന്നും ചിന്തിക്കാൻ നമുക്ക് ഒത്തിരി പ്രോഗ്രാമുകളായതുകൊണ്ട് നമുക്കതിനൊന്നും സമയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് പ്രോഗ്രാമുകളുടെ ആധിക്യം നിമിത്തം പഠിക്കേണ്ടത് എന്താണെന്ന് അറിയാൻ പറ്റാതെ പോയതുകൊണ്ട് ഉള്ള പ്രതിസന്ധിയാണ് ഇന്ന് കൂടുതലുള്ളത്. ഈ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ടാകുന്നത് നമുക്ക് ബുദ്ധി കുറവായതുകൊണ്ടല്ല. ഇതിനേക്കാളും പാടുള്ള കാൽക്കുലസും ആൽജിബ്രയും ട്രിഗണോമെട്രി എല്ലാം കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുന്നവരാണ് നമ്മുടെ പിള്ളേർ. പക്ഷെ അവർക്കൊന്നും റോമാലേഖനം പിടികിട്ടാറില്ല. അതിൻ്റെ കാരണം അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, ആ ദൈവിക പരിജ്ഞാനത്തിൻ്റെ ഹൃദയം തുറക്കാത്തതുകൊണ്ടാണ്. മാനസാന്തരപ്പെട്ട് നുറുങ്ങുന്ന ഒരാൾക്ക് മാത്രമേ അപ്പോസ്തലിക ഉപദേശം മനസ്സിലാവുള്ളൂ. നമുക്ക് വചനം മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ബുദ്ധിപരമായ ജ്ഞാനമോ സെമിനാരി വിദ്യാഭ്യാസമോ അല്ല, ഹൃദയം നുറുങ്ങുന്ന, പാപബോധം ഉണ്ടാകുന്ന, മാനസാന്തരം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ റോമാലേഖനം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് മനസ്സിലാക്കാതെ ഒത്തിരി ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പത്രോസ് പറയുന്നു, 2 പത്രോസ് 3:15 പറയുന്നൊരു കാര്യമുണ്ട്. അതെനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു ഭാഗമാണ്. 2 പത്രോസ് 3:15. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പം പൗലോസ് എവിടെ ലേഖനം എഴുതിയാലും ഈ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ അപ്പോസ്തലിക ഉപദേശത്തെക്കുറിച്ച് എഴുതാതെ വിട്ടിട്ടില്ല. അതെല്ലായിടത്തും പൗലോസ് സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലിക് ടീച്ചിങ് എന്ന് പറയുന്നത് പൗലോസ് എങ്ങനെയാണ് നൽകിയതെന്ന് പത്രോസ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ 4 കാര്യങ്ങൾ അനുഗമിച്ചവർക്ക് മാത്രമേ ഈ 5ാമത്തെ കാര്യം പിടികിട്ടുള്ളൂ. അത് മാനസാന്തരം പെടാത്ത ആൾക്കാർ, ക്രിസ്തുവിനോട് ചേരാത്ത ആളുകൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാവുകയില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അടുത്ത വാക്യം 16ാം വാക്യം, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയും. അപ്പോൾ റോമാലേഖനത്തിൽ എന്താണ് പൗലോസ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഞാൻ എന്ന് പറയുന്ന സാധനമാണ് ലോകത്തിലെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും വലിയ തടസ്സം. എൻ്റെ രാജ്യം, എൻ്റെ മഹത്വം, എൻ്റെ മാനം, എൻ്റെ ഭാവി, എന്നെ ആളുകൾ എങ്ങനെ കാണുന്നു, ഞാൻ എന്തുമാത്രം ജയിക്കും, ഞാൻ എന്തുമാത്രം നന്നാവും, ഇങ്ങനെ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ക്രൈസ്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കാൻ സാധിക്കില്ല. ഞാൻ സെൻറ്റേഡ്നെസ്സിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ക്രൈസ്റ്റ് സെൻറ്റേഡ്നെസ്സിലോട്ട് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഏറ്റവും ദുഷ്കരമായ ഭാഗവും. അതുകൊണ്ടാണ് ഇത് മനുഷ്യനാൽ അസാധ്യം എന്ന് പറയുന്നത്. ഞാൻ തന്നെയാണ് ഈ ഞാൻ സെൻറ്റേഡ്നെസ്സിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അതിന് വേറൊരാൾ എന്നെ വലിച്ചു പറിച്ചെടുക്കണം. ഈ ഞാനെ തകർക്കണം. ഞാൻ്റെ ശക്തിയും അധികാരവും ഇല്ലാതാകണം. അതിൻ്റെ മഹത്വം നമുക്ക് മലമായി തോന്നണം. ആ ഞാനെന്ന് പറയുന്നവൻ്റെ രാജ്യം ഇല്ലാതായി പോകണം. ഇതൊന്നും മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ധനവാനായ മനുഷ്യനോട് സംസാരിച്ച ശേഷം കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, അത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. മനുഷ്യരാൽ അസാധ്യമായതിനെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് അത്ര ഇഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര മോശക്കാരൊന്നും അല്ല എന്ന് നമുക്കറിയാം. നമുക്ക് തന്നെ ഒരു സെൽഫ് വർത്ത് ഉണ്ട്. നമ്മൾ അത്ര മോശക്കാരൊന്നുമില്ല. വിചാരിച്ചാൽ കഴിയാത്ത എന്താ ഉള്ളത്, ഞാൻ വിചാരിച്ചാൽ കഴിയാത്ത എന്താ. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന് അയ്യോ കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്നേ പറയുള്ളൂ. നമ്മൾ ഈ ട്രയൽ ഇങ്ങനെ കൂടി വരുന്തോറും നമ്മൾ തോറ്റുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് തോറ്റുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തോറ്റാൽ മാത്രമേ നമുക്ക് കർത്താവിനെ വിളിക്കാൻ പറ്റുള്ളൂ.
എന്നാലും നമ്മൾ വിളിക്കില്ല. കാരണം പിന്നെയും വിചാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇന്നും കൊണ്ട് നന്നായിക്കോളാം കർത്താവ്, ഇന്നും കൊണ്ട് നന്നായിക്കോളാം കർത്താവ് എന്നാൽ കാണിച്ചാൽ നന്നാവുക ആവില്ല. ആ ഡിസിഷനും തോക്കും. ഇങ്ങനെ തോറ്റ് ഈ ഞാൻ സെൻറ്റേഡ്നെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നമ്മൾ ജയജീവിതമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളെല്ലാം. നമുക്കറിയാം എന്തോ ഒരു തടസ്സം നമുക്ക് കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് ഉണ്ട്. അതൊരു വലിയ ബ്ലോക്കുണ്ട്. നമുക്ക് കർത്താവിൻ്റെ ലൈഫിൻ്റെ പൂർണ്ണമായ ആനന്ദം അനുഭവിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ നമ്മളെ ഹാമ്പർ ചെയ്യുന്നുണ്ട്, നമ്മളെ ഹിൻഡർ ചെയ്യുന്നുണ്ട്, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ സംശയിക്കേണ്ട, അത് നിങ്ങൾ തന്നെയാണ്. പണ്ട് കാലത്ത് ഈ മനുഷ്യൻ്റെ ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ച് ഒത്തിരി പാട്ടുകൾ ആൾക്കാർ എഴുതുമായിരുന്നു. ഇന്ന് ഹ്യൂമനിസം എല്ലായിടത്തും വളരുമ്പം ദൈവം പോലും മനുഷ്യന് ഒരു സന്തോഷം തരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. കാരണം ഹ്യൂമൻ ഈസ് ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്. ഇപ്പം എന്തിനാ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ചുകൂടെ മര്യാദയ്ക്കോടെ ജീവിക്കാൻ സഹായം തരാൻ വേണ്ടി ഒരാൾ വേണം. അപ്പം എനിക്ക് കുറച്ചുകൂടെ ജീവിതം എൻ്റർടൈൻമെൻ്റ് ഉള്ളതാക്കാൻ, എനിക്ക് കുറച്ചുകൂടെ സൗഖ്യമുള്ളതാക്കാൻ, എനിക്ക് കുറച്ചുകൂടെ സമ്പത്ത് ലഭിക്കാൻ ഒക്കെ എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണം. അതിനെനിക്കൊരു ദൈവം ആവശ്യമാണ്. അപ്പോൾ ദൈവം പോലും മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യരെല്ലാം ദൈവത്തിന് വേണ്ടിയല്ല. മാൻ ഈസ് ദ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ഗോഡ് ഈസ് എ ഹെൽപ്പർ ഹു വുഡ് ഹെൽപ്പ് യു. ഈ മാൻ സെൻറ്റേഡ്നെസ്സിൻ്റെ റിലീജിയൻ തന്നെ മാൻ സെൻട്രിക്കാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ മിക്കവാറും മാൻ സെൻട്രിക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നെ സഹായിക്കുന്ന, എൻ്റെ പ്രശ്നത്തിന് നടുവിൽ ഇറങ്ങി വന്ന് എൻ്റെ കാര്യം ശരിയാക്കി തരുന്ന, ഞാൻ്റെ കാര്യം ശരിയാക്കുന്ന ദൈവം. ഇത്രയൊക്കെ പറയുമ്പം അല്ലേ, നമ്മൾ ഒരു ഐസ്ബർഗിൻ്റെ മുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മുഴുവൻ പൗലോസ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഞാൻ എന്ന് പറയുന്ന സാധനം എന്താണെന്നും അതിനെന്ത് ശക്തിയോടെ വെറുക്കേണ്ടതാണെന്നും ഈ റോമാലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കർത്താവ് ഇത് തന്നെ പറഞ്ഞേക്കുന്നത്. ബൈബിളിന് ഒരൊറ്റ ടോണേ ഉള്ളൂ, പുതിയ നിയമത്തിലല്ല പഴയ നിയമത്തിൽ ഒരൊറ്റ ടോണേ ഉള്ളൂ. നമുക്ക് അത്രയും പറയാനുള്ള, പഴയ നിയമത്തിൽ ഇത് തന്നെ പറയുന്നതെന്ന് പറയാൻ മാത്രമുള്ള സമയം നമുക്ക് ഈ 4 ദിവസം കൊണ്ട് ഉണ്ടാവണം നിർബന്ധമില്ല. കാരണം പഴയ നിയമം പുതിയ നിയമം എല്ലാം നമ്മൾ ആത്മാവിൻ്റെ കണ്ണിലൂടെ നോക്കി ഒന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡിഫറൻസും ഇല്ല. ഇപ്പം എബ്രഹാമിനെ നോക്കിയ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. അത് കൂടുതൽ പറയാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. എബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പുതിയ നിയമ വിശ്വാസമാണ്. പഴയ നിയമത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെയും പുതിയ നിയമ വിശ്വാസമാണ്. എബ്രഹാം എങ്ങനെ പുതിയ നിയമത്തിൽ വിശ്വസിച്ചത്? പുനരുത്ഥാനത്തിൽ അവൻ വിശ്വസിച്ചു എന്ന് എബ്രായ ലേഖനം പറയുന്നത്. 2 കാര്യങ്ങളാണ് എബ്രഹാമിൻ്റെ ഫെയ്ത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസവും മറ്റൊന്ന് ഇല്ലാത്തിടത്തുനിന്ന് വിളിച്ചു വരുത്താനുള്ള ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമായിരുന്നു. അത് റോമാലേഖനം 4:17 പറയുന്നുണ്ട്. തൻ്റെ പുത്രനെ അർപ്പിക്കാൻ വേണ്ടി അവൻ പോകുമ്പം ഈ 2 വിശ്വാസം നമ്മൾ കാണുന്നത്. ഒന്ന്, അവൻ മരിച്ചാൽ പുനരുത്ഥാനത്തിലൂടെ ദൈവം അവനെ തിരിച്ചു തരും. അതാണ് പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. 2, ഇനി ഇവൻ പുനരുത്ഥാനത്തിലൂടെ വന്നില്ലെങ്കിലും ദൈവം എൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ കുഞ്ഞുണ്ടായത് തന്നെ വാർദ്ധക്യത്തിലാണ്. അപ്പം ഇനി ആ കുഞ്ഞ് പോയാൽ പോലും വാഗ്ദത്തം അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ദൈവം വേണമെങ്കിൽ ഇല്ലാത്തടത്തുനിന്ന് മക്കളെ ഉണ്ടാക്കി തരും. അതെന്തായാലും ശരി, അതൊക്കെ ദൈവത്തിനറിയാം എന്ന് പറയുന്ന ഒരു ഫെയ്ത്ത് ആയിരുന്നു എബ്രഹാമിൻ്റെ ഫെയ്ത്ത്. അത് പുതിയ നിയമ ഫെയ്ത്ത് ആകുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 2 പിള്ളേരാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം 2 വീട് ഉണ്ടാക്കുക, 2 പേരെ സെറ്റിൽ ചെയ്യാനുള്ള പണം ഉണ്ടാക്കുക. അതുകൊണ്ട് ഇപ്പം 10 പിള്ളേരൊന്നും ആർക്കും ഉണ്ടാകാത്ത, ഇവരെയൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഒരാളുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം, പ്രത്യേകിച്ച് ഒരു സെറ്റിൽമെൻറ്റും വേണ്ട, നമ്മൾ സെറ്റിലായ സ്ഥലത്ത് അവനെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയും, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആവുന്നു. അപ്പോൾ ഒന്ന് പേടിക്കും. കാരണം ഇത്രയും സന്തതികൾ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് എങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കും? നമ്മൾ ഒരു വീട് പോരാ, 5 വീട് പോരാ. അപ്പം നമ്മളൊരു പ്ലാൻ കണ്ടുപിടിക്കാം. അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ പോയി വീടല്ല പണിയുന്നത്, ഓരോ പട്ടണങ്ങളാണ് പണിയുന്നത്. അല്ലെ, ഒരു ദേശത്തൊരുത്തൻ പോയി പാർത്ത് അവനൊരു പട്ടണം പണിത്. നമ്മൾ അത്ഭുതം തോന്നും, എങ്ങനെ ഒരു പട്ടണം പണിത്? ഒരു 5 തലമുറ പട്ടണം ആയിക്കോളും, ഇവരൊന്നും മരിക്കത്തുമില്ല. അപ്പം അങ്ങനെയാണ് അന്നത്തെ സ്ഥിതി. അപ്പോൾ എബ്രഹാം വേണമെങ്കിൽ തീരുമാനിക്കായിരുന്നു, ഈ സന്തതി പരമ്പരകൾ ഇങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഒരു പട്ടണം അങ്ങ് പണിതേക്കാം എന്ന് തീരുമാനിക്കായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാം അങ്ങനെയല്ല ചിന്തിച്ചത്. എബ്രഹാം ചിന്തിച്ചു, ഇല്ലാത്തടത്തുനിന്ന് പിള്ളേരുണ്ടാക്കി തരുമല്ലേ ദൈവം, അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള സ്ഥലവും ദൈവം തന്നെ ഒരുക്കുന്നതായിരിക്കുള്ളൂ. അങ്ങനെ ദൈവം പണിയുന്ന ഒരു നഗരത്തിന് വേണ്ടി കാത്തിരിക്കാം ഈ ലോകത്ത്. അതുകൊണ്ട് നമുക്ക് ടെൻറ്റ് മതി എന്ന് എബ്രഹാം തീരുമാനിക്കുന്നതിന് കാരണം ഈ ഫെയ്ത്താണ്. നമ്മൾ പഴയ നിയമത്തിൽ ഏത് വിശുദ്ധനെ നോക്കിയാലും നമ്മൾ കാണുന്നത് ഈ അകത്തൂടെ കിടക്കുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്. അത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഉൽപ്പത്തി മുതൽ അവസാനം നമ്മൾ വെളിപ്പാട് വരെ കാണുന്ന കർത്താവിൻ്റെ ഒരു ലൈൻ ഓഫ് തിയോളജി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ പുത്രനിലൂടെ അല്ലാതെ, വിശ്വാസത്തിലൂടെ അല്ലാതെ ഒരുത്തിനും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ്. അത് പഴയ നിയമമായാലും പുതിയ നിയമമായാലും ഒരൊറ്റ തത്വമേ ഉള്ളൂ. അത്രയും പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ പാപത്തിൻ്റെ കോൺസിക്വൻസ്? ഹൗ വി ആർ എൻസ്ലേവ്ഡ് അണ്ടർ ദാറ്റ് സിൻ. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കണ്ടു. ഇത് നമ്മുടെ
മാനസാന്തരപ്പെടുന്നതിൻ്റെ പ്രോസസ്സ് അല്ല അവിടെ പറയുന്നത്, ആ പ്രവൃത്തികളെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പാപത്തിൻ്റെ ഡെപ്തിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ അവിടെയുണ്ട്. പാപം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പല വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പാപബോധം എവിടെ നിന്ന് വരുന്നതാണെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരു പാപബോധമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും പാപബോധമുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വരുന്നതാണ്? ആത്മാവ് തരുന്നത് തന്നെയാണോ? ആത്മാവ് തരുന്ന പാപബോധമാണെങ്കിൽ അത് പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലും. പക്ഷേ ആത്മാവ് തരാതെ നമുക്ക് പാപബോധം ഉണ്ടാകാം. റോമാലേഖനം 1:29 മുതൽ കുറേ പാപങ്ങളുടെ ലിസ്റ്റ് നമുക്ക് അവിടെ കാണാം. ഒന്ന് വായിക്കാം. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഓക്കെ, ഈ അസൂയ കുല, ആ കുലയല്ല കേട്ടോ, കൊലയാണ്. ഇത് വാഴക്കുല എന്നുള്ള കുലയാണ്. കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. ഇത്രയും മതി നമുക്ക്. വേറെ കുറേ ഉണ്ട്, നമുക്ക് ഇത്രയും മതി. ഇത് 32 വാക്യം ഒന്ന് വായിച്ച്. 32. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടെ 28, 29, 30 നോക്കി. അവർ സകല അനീതിയും, ഏതൊക്കെ പ്രവർത്തിക്കുന്നവരാ മരണയോഗ്യർ? അനീതിയുള്ളവർ, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയുള്ളവർ, കൊല. അസൂയുള്ളവരെല്ലാം എന്തിനു യോഗ്യരാ? പിണങ്ങിയിരിക്കുന്നവരെല്ലാം മരണയോഗ്യർ. അത്യാഗ്രഹമുള്ളവരെല്ലാം മരണയോഗ്യർ, അസൂയുള്ളവരെല്ലാം മരണയോഗ്യർ, പിണക്കമുള്ളവരെല്ലാം മരണയോഗ്യർ എന്ന് ആർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞേക്കുന്നത്? ദൈവന്യായം. ഇവരെല്ലാം കൊന്നുകളയുക എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അവരാരാ? ഇതാർക്കൊക്കെ അറിയാം അസൂയ പാപമാണെന്ന്, തെറ്റാന്ന്? ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അറിയാം. അത്യാഗ്രഹം പാപമാണെന്ന് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അറിയാം. പിണങ്ങിയിരിക്കുന്ന നല്ലതല്ലെന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. എങ്ങനെ അറിയാം? അതവരുടെ മനസാക്ഷിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പല കുറ്റബോധങ്ങളും എവിടെ നിന്ന് വരുന്നതാണ്? മനസാക്ഷിയിൽ നിന്ന് വരുന്നതാണ്. ആത്മാവിൽ നിന്ന് വരുന്നതാകണമെന്ന് നിർബന്ധമില്ല. പിണങ്ങിയിരിക്കുന്നത് പാപമാണെന്നുള്ളത് ആത്മാവ് ഓർമ്മിപ്പിക്കണമെന്ന് നിർബന്ധമില്ല, അതും മനസാക്ഷിയിൽ നിന്നാകാം. ഈ പാപബോധങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇത് മനസാക്ഷി നമ്മളെ ചൂട് പിടിച്ചൊരു മനസാക്ഷിയുള്ളവർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആരും എന്നെ പിടിക്കരുതെന്നും ഞാൻ മര്യാദയ്ക്ക് ഇരിക്കണമെന്നും ആഗ്രഹമുള്ളവർക്കും ഇതേ കുറ്റബോധങ്ങൾ ഉണ്ടാകാം. അത്യാഗ്രഹം പാപമാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമെങ്കിലും ഇപ്പം പെന്തക്കോസ്തുകാർക്ക് അക്കാര്യത്തിലൊരു ചെറിയ സംശയമുണ്ട്. അത്യാഗ്രഹം ശരിക്കും പാപമാണോ? 3 നിലയുള്ളൊരു വീട് പണിയുന്നതാണോ അത്യാഗ്രഹം? 3 മുറിയുള്ളൊരു വീട് പണിയുന്നതാണോ അത്യാഗ്രഹം? 3 നിലയുള്ള വീട് പണിയുന്നത് അല്ലേ? ഏതാ കൂടുതൽ വിശ്വാസം? 3 നിലയുള്ള വീട് പണിയുന്നതല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ അത്യാഗ്രഹം ഈസ് ഈക്വൽ ടു കൂടിയ വിശ്വാസം. അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളതല്ല, കുറച്ചും കൂടെ നമ്മളെ അത്യാഗ്രഹികളാക്കി മാറ്റാനുള്ളതാണ്. ബാക്കി നമ്മൾ പതുക്കെ പറഞ്ഞാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും. അപ്പം പൊതുവായ മതത്തിന്, നമ്മൾ ക്രിസ്ത്യാനികളാണോ എന്ന് കൂടെ പരിശോധിക്കാൻ നല്ലതാണ് കേട്ടോ, ചർച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിലും. പൊതുവായ മതത്തിന് 2 സ്വഭാവങ്ങളുണ്ട്. ആ 2 സ്വഭാവങ്ങളിൽ ഒന്ന് ഈ പാപബോധമാണ്, കുറ്റബോധം. എല്ലാ മതങ്ങളിലും ഇതുണ്ട്. രണ്ടാമത്തെ എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ്. അതെല്ലാ മതങ്ങളിലും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു വിശ്വാസമുണ്ട്. ഈ റോമാലേഖനം 19:20 വായിച്ച്. റോമാലേഖനം 19:20. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് 1:19-20. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നത്. ആരൊക്കെയാന്ന് പറയാം, ആർക്കൊക്കെയാണ്? ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ ബുദ്ധിയുള്ളവർക്കെല്ലാം ലോകാരംഭം മുതൽ 2 കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, ദൈവം ശക്തനാണ്. അവന് തലവേദന മാറ്റാൻ പറ്റും, രോഗം മാറ്റാൻ പറ്റും, അല്ലെ, സമ്പത്ത് തരാൻ പറ്റും, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും, തലമുറ അനുഗ്രഹിക്കാൻ പറ്റും. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്. കോമൺ ഫെയ്ത്ത് ആണ്. അതുപോലെ ദിവ്യത്വം, നല്ല സ്വഭാവമാണ് ദൈവത്തിൻ്റെ, നമ്മളെല്ലാം നന്നാകണം എന്നുള്ളതും ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട്.
ഇത് രണ്ടുമാണ് നമ്മളും പൊതുവെ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസങ്ങൾ. ഇതിൽ കൂടുതലൊന്നും നമ്മൾ അങ്ങനെ സാധാരണ ചിന്തിക്കാറില്ല. ദൈവം ശക്തനാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത് കേട്ടിട്ടില്ലേ? ഒരു 2 മാസം മുമ്പ് ഞാൻ ഒരാളുടെ പ്രസംഗം ഫേസ്ബുക്കിൽ കേൾക്കുമായിരുന്നു. വളരെ പ്രശസ്തനായൊരു പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ പറയാം, കർത്താവ് വരാറായി, ഈ രാത്രി തന്നെ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ. നല്ല നല്ല പ്രസംഗം. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മിണ്ടാതിരിക്കും, ഒരനക്കവും ഇല്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളും അനങ്ങാൻ പോകുന്നില്ല. അവസാനത്തെ 5 മിനിറ്റ് പുള്ളി അതാണല്ലോ നമ്മുടെ പ്രസംഗത്തിൻ്റെ ഈ എരിപൊരി ക്ലൈമാക്സ്. അത് ശരിയായെങ്കിൽ ആ പ്രസംഗം ശരിയായുള്ളൂ എന്നുള്ളത് നമ്മൾ വിചാരിക്കും. ഈ പുള്ളി അവസാനം ഇറങ്ങി വന്നിട്ട് പറയാം, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അപ്പോഴേക്കും ആൾക്കാർ ആരാവാരം അങ്ങ് വർദ്ധിച്ചു. എന്താ ബഹളമെന്ന് അറിയാം. കാരണം അപ്പോഴാണ് അവർക്ക് വേണ്ട ഫുഡ് കിട്ടിയത്. കർത്താവ് വരുന്നോ പോകുന്നൊന്നും പ്രശ്നമില്ല, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഒരാളിപ്പോൾ ഇറങ്ങി വരണം. എന്നിട്ട് ആ പാസ്റ്റർ പറഞ്ഞു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അപ്പം ഇന്ന് രാത്രി പോകാനിരുന്നവനും ഇനി ഈ വർഷം അവസാനിക്കുന്നവരെ കാത്തിരിക്കണം. അപ്പം ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? അവർ ക്രിസ്തുവിനെ അല്ല വിശ്വാസത്താൽ അന്വേഷിക്കുന്നത്. നമുക്ക് എല്ലാം ശരിയാണെങ്കിലും ജീവിതത്തിൽ അപകടമൊന്നും ഉണ്ടാകാതെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, ബിസിനസ്സിനൊന്നും പ്രശ്നം ഉണ്ടാകാതെ, പഠനത്തിനൊന്നും പ്രോബ്ലം ഉണ്ടാകാതെ, നമുക്കൊരു തടസ്സം ഉണ്ടാകാതെ അങ്ങ് കടന്നു പോവുകയും പറ്റുന്നിടത്തോളം സമ്പത്ത് ഉണ്ടാക്കി ജീവിക്കുകയും മക്കളെല്ലാം ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ ബുദ്ധിയോടെ ഇരിക്കുകയും ചെയ്യാൻ നമുക്ക് പേടിയുള്ളതുകൊണ്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. അത് ദൈവവും കൂടെ ആണെങ്കിൽ ഏറ്റവും സന്തോഷം. അതിന് 10% 20% ഇട്ടാലും കാര്യം നടന്നാൽ നമ്മളൊരു വീട്ടിലൊരു സെക്യൂരിറ്റി വയ്ക്കുന്നതിനേക്കാളും നല്ല ലാഭകരമായ പരിപാടിയാണ്. പിന്നെ എങ്ങനെ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടും? നമ്മുടെ വിശ്വാസം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നതാണ് ശരിക്കുള്ള. അത് ഞാനീ നിങ്ങളോടിത് പറഞ്ഞെന്നുള്ളതല്ല, ലോകത്തിൽ മുഴുവൻ സംഭവിക്കുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ ഈ പാപത്തിൻ്റെ ശക്തി അതിജീവിക്കാൻ എന്താ വഴി എന്ന് നമുക്ക് നോക്കാം. 2-ാം അധ്യായം, റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും, നിങ്ങൾ ഈ റോമാലേഖനം ഒന്ന് പഠിക്കാനും കൂടെ വേണ്ടി ഞാനിത് പറയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ചോദ്യം ഇന്ന് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവർ രക്ഷ പ്രാപിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ, കേട്ടിട്ട് തള്ളിക്കളഞ്ഞവരല്ല, കേട്ടിട്ടില്ലാത്തവർ. ഞാൻ ഒരു ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിച്ച് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരുന്നപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർമാർ എന്നോട് ചോദിച്ചു, അനേകം നല്ല മനുഷ്യർ ലോകത്ത് പല സ്ഥലങ്ങളിലും മരിച്ചു പോകുന്നുണ്ട്, ഇവരെല്ലാം കർത്താവ് നരകത്തിലോട്ട് വിടുവോ പാസ്റ്ററെ ചോദിച്ചു. അപ്പം ഞാനത് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിശ്വാസം? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ച് ആൾക്കാരെ മനസാക്ഷി വെച്ച് ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിൽ പലരും അങ്ങനെ കരുതുന്നുണ്ട് എന്നെനിക്കറിയാം. അപ്പം ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ദേശത്ത് സുവിശേഷം പറയാൻ പോകുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയരുത്. എൻ്റെ കാരണം 2 വലിയ അപകടങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, 100 പേർ ഈ സുവിശേഷം കേട്ടാൽ 99 പേരും അത് തള്ളിക്കളയുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ അനുഭവം? തന്നെയുമല്ല, ഈ തള്ളിക്കളഞ്ഞവരെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് തള്ളിക്കളഞ്ഞവർ എന്നുള്ള രീതിയിൽ നരകത്തിൽ പോവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ജീവനോട് തിരിച്ചു വന്നില്ല എന്നും വരാം. അതിനേക്കാളൊക്കെ നല്ല വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളവിടെ ചെന്ന് അവരോട് നല്ല മനസാക്ഷിയുള്ളവരാവുക എന്ന് പ്രസംഗിക്കുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരും തല്ലിക്കൊല്ലുകയല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോജനം. പിന്നെ 2-ാമത്തെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാളെ സമാധാനം ഉണ്ടാക്കിയതിന് നോബൽ സമ്മാനം വരെ കിട്ടാം. പിന്നെ 3-ാമത്തെ കാര്യം, ആ 100 പേരിൽ 100 പേരും ഈ മെസ്സേജ് മോശമാണെന്ന് പറയല്ല. കാരണം എല്ലാവർക്കും ഒരു മനസാക്ഷിയുണ്ട്, അതിൽ നന്നാകണം എന്നുള്ള കാര്യം ലോകത്ത് ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും അറിയാം. മനസ്സിലാകുന്നുണ്ടോ? തന്നെയുമല്ല, അവർ കേട്ടിട്ട് വിശ്വസിക്കാത്തവരെന്ന കഷ്ടകാലവും അവർക്ക് ഉണ്ടാവുകയില്ല. 100-ന് 45 പേരെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആ മനസാക്ഷി പ്രസംഗം പ്രസംഗിച്ചാൽ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ ഒഴിവാക്കി നല്ല മനസാക്ഷിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബുദ്ധി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. 2-ാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി മനസാക്ഷി വെച്ച് ഒരുത്തനെങ്കിലും സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇത്രയും കഷ്ടം അനുഭവിച്ച് വേർത്ത് ദാഹിച്ച് വരണ്ട് ഈ മരുഭൂമിയിലൂടെ നടന്ന് ക്രൂശിൽ
കിടന്ന് പിടഞ്ഞും മരിച്ചത് എന്തിനു വേണ്ടി? അപ്പോൾ അവരെന്നോട് ചോദിക്കുക, കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ടു എന്നെല്ലാം പറയാനുണ്ടോ? അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന എത്ര മനുഷ്യരുണ്ട്? അപ്പോൾ ഈ പാസ്റ്റർമാരുടെ ചുറ്റും കുറേ വിശ്വാസികൾ നിൽപ്പുണ്ട്. അപ്പം ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഇവരും എല്ലാം നശിച്ചു പോകുന്നു പറഞ്ഞു. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നും. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ദൈവം വിധിക്കാൻ ഉപയോഗിക്കുന്നില്ലേ? കുറേ ആൾക്കാരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകില്ലെന്നൊക്കെ തോന്നും. അത് ശരിക്കും വായിക്കാത്തതുകൊണ്ടാണ്. നമുക്കൊന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 9-ാം ഒരു നിമിഷം റോമാലേഖനം 2-ാം അപ്പോസ്തല പ്രവൃത്തികൾ റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ഒക്കെയും 9 തൊട്ട് വായിച്ചു. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അടുത്ത വാക്യം. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനം ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ദൈവത്തിന്റെ പക്കൽ അപ്പൊ നന്മ ചെയ്താൽ നന്മ വരും, തിന്മ ചെയ്താൽ തിന്മ വരും. യഹൂദനും ഇല്ല, യവനനും ഇല്ല. കാരണം ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ലല്ലോ. അപ്പൊ മതം ഏതായാലും ഇതാണ് നമുക്കുണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ അല്ലേ? അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? തിന്മ ചെയ്ത ഏത് മനുഷ്യാത്മാവിനും തിന്മ വരും, നന്മ ചെയ്ത ഏത് മനുഷ്യാത്മാവിനും നന്മ വരും. അത് യഹൂദനാണോ യവനനാണോ ബൈബിൾ കയ്യിലുണ്ടോ പെന്തക്കോസ്തുകാരനാണോ മർത്തമക്കാരാണോ ഒന്നും നോക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. അപ്പോൾ ഇത് വായിക്കുന്ന ആർക്കായാലും തോന്നും, എന്ത് തോന്നും? നല്ല മനുഷ്യർ എവിടെ ഉണ്ടെങ്കിലും ഏത് മതമായാലും ദൈവം അവസാനം ന്യായം വിധിക്കുമ്പോൾ മനസാക്ഷി വെച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് തോന്നും. ഓക്കെ, അതിന് താഴോട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. മനസാക്ഷിയും ആ ദിവസം നിങ്ങൾ സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. അതിന് താഴെ എഴുതിയിട്ടുണ്ട് പ്രമാണം. അടുത്ത വാക്യം വായിച്ച് 12. ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്തിൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ഇത് ശ്രദ്ധിക്കണേ, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ഇനി 14 വായിക്കും. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രമാണമുണ്ട്, മോഷ്ടിക്കരുത്. ന്യായപ്രമാണം കയ്യിലില്ല, പക്ഷേ മോഷ്ടിക്കരുത് എന്നുള്ള പ്രമാണം എൻ്റെ മനസാക്ഷിയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ന്യായപ്രമാണം ഉള്ളതുപോലെയാണെന്നാണ് അർത്ഥം. അപ്പം ന്യായം വിധിക്കുമ്പം ഒരുത്തിനെ ന്യായപ്രമാണം വെച്ച് വിധിക്കും, വേറൊരുത്തിനെ മനസാക്ഷി വെച്ച് വിധിക്കും. ഇത്രേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ വിധിയുടെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. ന്യായപ്രമാണം ഉള്ളവനെ പ്രമാണം അനുസരിച്ചും അതുപോലെ ന്യായപ്രമാണം ഇല്ലാത്തവനെ മനസാക്ഷി അനുസരിച്ചും വിധിക്കും എന്ന് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ വിധിയുടെ ക്ലൈമാക്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം എന്താ പറയുന്നത്? 3-9. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ബൈബിൾ കയ്യിലുള്ളവരും ഇല്ലാത്തവരും പെന്തക്കോസ്തുകാരും നാട്ടുകാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. അപ്പൊ ഇത്ര നേരം എന്താ തെളിയിച്ചോണ്ടിരുന്നേ? ലോകത്തിലുള്ള എല്ലാവരെയും മനസാക്ഷി അനുസരിച്ച് ദൈവം വിധിക്കുമ്പോൾ പിണക്കമുള്ളവരെല്ലാം നരകത്തിൽ. എത്ര പേര് രക്ഷപ്പെടുമായിരിക്കും ഈ ഭൂമിയിൽ? ആരെങ്കിലും രക്ഷപ്പെടുമോ? അസൂയുള്ളവരെല്ലാം നരകത്തിൽ. പ്രമാണമുള്ളവനെ പ്രമാണം വെച്ച് അസൂയപ്പെടരുത്, വിധിച്ച് നരകത്തിൽ വിടും. പ്രമാണമില്ലാത്തവനെ മനസാക്ഷിയിൽ അസൂയപ്പെടരുത്, വിധിച്ച് നരകത്തിലേക്ക് വിടും. പിണക്കമുള്ളവനെല്ലാം നരകത്തിൽ. അങ്ങനെ പറയുന്നേ. അടുത്ത വാക്യം നോക്കി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പം മതങ്ങളുണ്ട്, ന്യായപ്രമാണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആര് മാത്രം ഇല്ല? നീതിമാൻ ഇല്ല. അത് ഒരുത്തൻ പോലും ഇല്ല. ഒരു മനുഷ്യൻ പോലും ലോകത്തെന്തില്ല? നീതിമാനായിട്ട് ഇല്ല. മാൻ ഈസ് അൾട്ടിമേറ്റ്ലി ഡിപ്രൈവ്ഡ്. അവന് ഒരു നന്മയും അവൻ്റെ ഉള്ളിൽ ഇല്ല. ഇതൊരു വളരെ റാഡിക്കൽ സ്റ്റേറ്റ്മെന്റ്. അടുത്ത വാക്യം നോക്കിയേ. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ ഒരാൾക്കും അന്വേഷിക്കാനും പോലും പറ്റില്ലെന്ന് തിയോളജിയിൽ അതിന് പറയുന്ന ഇൻകർവേറ്റസ് ഇൻസേ എന്ന് പറഞ്ഞ കർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ വാക്ക് വിട്ടേറെ. കർവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്താന്ന്? വളവെന്ന്. അപ്പോൾ ദൈവത്തെ നമ്മൾ എങ്ങനെ അന്വേഷിച്ചാലും വളഞ്ഞിരിക്കുന്നുണ്ട്. നേരെ അന്വേഷിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രകൃതിയിലെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്നത്. നമ്മളൊരു സാറ്റലൈറ്റിനെ കൊണ്ടുപോയി ഓർബിറ്റ് വിട്ടാൽ വളഞ്ഞേ പോകുള്ളൂ.
നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ കൂടെ നടന്നാലും വളഞ്ഞേ നടക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വളഞ്ഞേ വരുള്ളൂ. ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ വളഞ്ഞു പോയാൽ എവിടെ വരുള്ളൂ? നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. ഇപ്പം നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമാണ്. ഒന്നാലോചിച്ച് നോക്കി. എൻ്റെ പിള്ളേർ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ദൈവം അവിടെ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പിതാവിനോട് കർത്താവ് എന്തായിരിക്കും പറയുന്നത്? ഞാൻ പറയുന്ന അതേ കാര്യം ആയിരിക്കില്ലേ? എൻ്റെ ശത്രുക്കൾ, എൻ്റെ ചുറ്റുമുള്ളവർ എൻ്റെ അതിര് മാന്തുമ്പം ദൈവം ആരുടെ കൂടെ ആയിരിക്കും? അതിര് മാന്തുന്നതിനെ കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയല്ലേ കർത്താവ് ചിന്തിക്കുകയുള്ളൂ. അപ്പം എൻ്റെ അതേ സ്വഭാവമല്ലേ? ഇപ്പോൾ രണ്ടുപേരും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ട് ഒരാൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പെ അടിച്ച് വീഴാന്ന് വേറൊരുത്തും പോയി കെട്ടിപ്പിടിച്ച് എന്ത് പറ്റി ബ്രദറെ എന്ന് ചോദിച്ചാലും ഉള്ളിൽ പറയല, അവൻ എന്നോട് ഇങ്ങനെ വഴക്കുണ്ടായതുകൊണ്ട് പോയതുകൊണ്ട് ദൈവം അവനായിട്ടൊരു എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ട പണി എനിക്ക് കൊടുക്കാൻ പറ്റാതായപ്പോൾ എനിക്ക് പകരം കൊടുക്കുന്ന എൻ്റെ അതേ സ്വഭാവമുള്ള ആളല്ലേ. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ആരെയാണ് കണ്ടുപിടിച്ചത്? നമ്മുടെ അതേ സ്വഭാവം. ഞാൻ പിണങ്ങിയിരിക്കുന്നവരോടെല്ലാം ദൈവം പിണങ്ങിയിരിക്കുമായിരിക്കുമല്ലോ. എന്നാലോചിച്ച് നോക്കി. അവൻ മാനസാന്തരപ്പെടണ്ടേ? ഞാൻ എങ്ങനെ അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണേ? ഞാനായിരിക്കും മാനസാന്തരപ്പെടേണ്ടത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ നിന്ന് അവനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പണിയുമാണ്. അപ്പം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ച് നമ്മൾ ദൈവത്തെ കണ്ടെത്തി. പക്ഷെ എൻ്റെ പ്രോബ്ലം ആ കണ്ടെത്തിയ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം തന്നെയാണ്. ഇതിനെയാണ് തിയോളജിയിൽ വേദശാസ്ത്രത്തിൽ ഇൻകർവേറ്റസ് ഇൻ സേ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തെ ഉണ്ടാക്കും. കാരണം അവനൊരു നീതിബോധമുണ്ട്. ആ നീതിബോധവുമായിട്ട് യോജിക്കാത്ത ദൈവത്തെ അവന് താല്പര്യമില്ല. ഓരോ സഭയ്ക്കും ആ സഭയുടേതായ നീതിബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തോണം? ഈ സഭയുടെ നീതിബോധമായിട്ട് എഗ്രി ചെയ്തോണം. അല്ലെ ദൈവത്തിന് നമുക്ക് വലിയ താല്പര്യമില്ല. കാരണം വി വിൽ ഡ്രോ ദ ലോസ്. LOSS ലോസ് അല്ല, LAWS ലോസ്. ദൈവം അത് ഒബേ ചെയ്തോണം. കാരണം നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ സ്വഭാവമുള്ളവനല്ലെങ്കിൽ, നമ്മോട് എഗ്രിയബിൾ അല്ലെങ്കിൽ നമുക്ക് ആ ദൈവമായിട്ട് വലിയ ഇടപാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ശരിയാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് നോ മാൻ എവർ സീക്സ് ഗോഡ്. ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്നുള്ളൂ. ഇനി നമ്മൾ ഇത്തിരി കൂടെ കട്ടിയുള്ള ഭാഗത്തേക്ക് കയറാൻ പോകണം. അതിനു മുമ്പ് നമുക്ക് 18ാമത്തെ വാക്യം കൂടെ വായിക്കാം. ദർ ഇസ് നോ ഫിയർ ഓഫ് ഗോഡ് ബിഫോർ ദെയർ ഐസ്. അവരുടെ കണ്ണുകളിൽ ദൈവഭയമില്ല. ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ വൺ തിങ് ഈസ് മിസ്സിങ്. ദേ ഡോണ്ട് ഫിയർ ദ ലോർഡ്. ഇന്നത്തെ ഉപദേശിമാരുടെ കണ്ണുകളിലേക്ക് നോക്കിയാലും ഇന്ന് ബൈബിളെടുത്ത് നടക്കുന്ന വലിയൊരു പങ്ക് ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിയാലും വൺ തിങ് ഈസ് സെർട്ടൻ. ദേ ഡോണ്ട് ഫിയർ ദ ലോർഡ് എനിമോർ. ഇതൊരു അബ്സല്യൂട്ട് ഡിപ്രൈവേറ്റഡ് ഏറ്റവും വലിയ ലക്ഷണമാണ് ലൂസിങ് ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ്. അത്രയും പറയുന്നത് ഒരു ഇൻവെർട്ടഡ് കോമയ്ക്കകത്താണ് നിങ്ങൾ കാണുന്നത്. കൊട്ടേഷൻ മാർക്സിനകത്താണ് കാണുന്നത്. 10 to 18 അല്ലേ? കൊട്ടേഷൻ മാർക്സിനകത്ത് കാണുന്നത്. അത് ആരോ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിൻ്റെ താഴത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം പറയുന്നത് മുഴുവൻ പ്രമാണത്തിന് കീഴുള്ളവരോട്. അപ്പോൾ പ്രമാണത്തിന് കീഴുള്ളവരോട് പ്രമാണം എന്ത് പറയുന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പ്രമാണം ഉള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ വിചാരം ദേ ആർ ബെറ്റർ ദാൻ അതേഴ്സ് എന്നാണ്. അല്ലേ? നിങ്ങളുടെ ചുറ്റുമുള്ളവരെക്കാളൊക്കെ നിങ്ങൾ ബെറ്റർ അല്ലേ? എന്തായാലും അതാണ് പ്രമാണമുള്ളവൻ്റെ മിടുക്ക്. പക്ഷേ ഈ പ്രമാണം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്താ എഴുതി വച്ചിരിക്കുന്നത്? നീതിമാൻ ഒരുത്തനുമില്ല. അപ്പോൾ യഹൂദന്മാർക്ക് പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നോക്കിയപ്പോൾ എല്ലാം പാവികളാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ പ്രമാണം കയ്യിലുണ്ടായിട്ട് അവർക്ക് അവർ പാവികളാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പ്രമാണം ശരിക്കും വായിച്ചു നോക്കി എന്ത് കണ്ടേനെ? നീതിമാൻ ഒരുത്തനുമില്ല എന്നുള്ള പ്രമാണം കണ്ടേനെ. അതോടെ അവരുടെ വായും അടഞ്ഞേനെ. ഇപ്പോൾ ആകെ തുറന്നിരിക്കുന്ന ആരുടെ വായ? ഈ പ്രമാണം കയ്യിലുള്ളവൻ്റെ വായ. അല്ലാത്തവർക്കൊക്കെ അവർ പാപികളാണെന്നറിയാം. പക്ഷെ പ്രമാണം കയ്യിലുള്ളവർക്ക് അവർ പാപികളാണെന്ന് അറിയാൻ മേല. അതെന്തുകൊണ്ട് അറിയാൻ വയ്യാതായതെന്നറിയോ? അടുത്ത വാക്യം വായിച്ചേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. കാരണം ന്യായപ്രമാണം എന്താ പറയുന്നത്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ ഇവിടെയാണ് ഒരു വലിയ ഈ വാക്യം മനസ്സിലാക്കുന്നവരാണ് വലിയ പരാജയം ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ എന്താ വരുന്നെന്ന് നോക്കി? പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. ഇത് നമ്മൾ ആകെ കേട്ടിരിക്കുന്ന ഹൈപ്പർ ഗ്രേസുകാർ പ്രസംഗിച്ചാണ് കേട്ടേക്കുന്നത്. എന്തോ ന്യായപ്രമാണം നമുക്ക് ആവശ്യമില്ല, കാരണം അതിനകത്ത് അതുകൊണ്ട് എന്താ വരുന്നത്? പാപത്തിൻ്റെ പ്രമാണമാണ് വരുന്നത്. ശരിക്കും ന്യായപ്രമാണത്തിൽ നിന്ന് പാപത്തിൻ്റെ പരിജ്ഞാനമാണോ വരേണ്ടത്? നീതിയുടെ പരിജ്ഞാനമാണോ വരേണ്ടത്?
എന്തിനാ പ്രമാണം തരുന്നേ? നമ്മളെ നീതിമാന്മാരാക്കാനാണോ പാപികളാക്കാനാണോ? എന്താക്കാനാ? നീതിമാന്മാരാക്കാൻ അല്ല. ബുദ്ധി, മനുഷ്യൻ്റെ ബുദ്ധി അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ബുദ്ധി അങ്ങനെയല്ലായിരുന്നു. ദൈവം ഒരു പ്രമാണം കൊടുത്തപ്പം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും പാപികളാക്കി മാറ്റാനാണ് കൊടുത്തത്. മുഴുവൻ കേൾക്കണേ. അതെങ്ങനെയാണ് ഞാനൊരു എക്സാമ്പിൾ വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം സമയം 8:20 പുറകോട്ട് നോക്കണ്ട, കറക്റ്റാ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാങ്ങാപ്പഴം തരാൻ പോവാണേ. എൻ്റെ കയ്യിലൊന്നുമില്ല, എക്സാമ്പിൾ, ഇതെല്ലാം എക്സാമ്പിളായിട്ട് വിചാരിക്കാവൂ. ഈ മാങ്ങാപ്പഴത്തിൻ്റെ കൂടെ ഒരു കൽപ്പനയും കൂടെ ഉണ്ട്, ഒരു ഓർഡർ, ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം തിന്ന് തീർത്തിരിക്കണം എന്നുള്ളതാണ് ആ കമാൻഡ്. നല്ല കമാൻഡാണോ? കമാൻഡ് സ്വീറ്റാണോ? അനുസരിക്കാൻ ഇഷ്ടമാണോ? വളരെ ഇഷ്ടമാണ്. ഈ കമാൻഡ് കിട്ടിയവരെല്ലാം ഭാഗ്യവാന്മാരല്ലേ? അപ്പുറത്ത് ഈ കമാൻഡ് കിട്ടാത്തവരെല്ലാം നിർഭാഗ്യവാന്മാരല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ യഹൂദന്മാരെല്ലാം വിചാരിച്ചിരുന്നത്. 9 മണിയായപ്പോൾ ഇവരെല്ലാം പരിപാടി തീർത്തു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈപൊക്കും. അപ്പോൾ എല്ലാവരും കൈപൊക്കും. കാരണം എന്താ? അവരനുസരിച്ചു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. കൽപ്പന എന്തായിരുന്നു അറിയോ? ഇത് മുഴുവൻ തീർക്കാനായിരുന്നു. പക്ഷെ നിങ്ങൾ എന്തേ തീർത്തുള്ളൂ? അതിൻ്റെ എഡിബിൾ പാർട്ട് മാത്രമേ തീർത്തുള്ളൂ. മാങ്ങാണ്ടി കയ്യിൽ വെച്ചോണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തീർത്തു, ഞങ്ങൾ തീർത്തു. എത്രയൊക്കെ മനസ്സിലായി? പഴയ നിയമം ഇങ്ങനെയായിരുന്നു. പഴയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റുന്ന രസമുള്ള ഒരു പുറം പ്രമാണം ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് മനുഷ്യനാൽ അസാധ്യമായിരുന്ന ഒരാത്മീക പ്രമാണം ദൈവം വച്ചിരുന്നു. ആ ഒരു പ്രമാണം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അയ്യോ എന്നവർ നിലവിളിച്ചേനെ. പക്ഷെ അവരത് കണ്ടുപിടിച്ചില്ല. അവർ പുറമേ ഉള്ളതനുസരിച്ചപ്പോൾ അവർ വിചാരിച്ചു അവർ നീതിമാന്മാരായി എന്ന്. അങ്ങനെ അവർ നീതിമാന്മാരായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു വന്നിട്ട് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, അതിനകത്തുള്ളൊരു സാധനം നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്, അതിനെ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം വിചാരിച്ചു ഞങ്ങളെക്കാൾ വലിയ നീതിമാൻ ഇവനാര് എന്നായി. മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഈ പഴയ നിയമ പ്രമാണത്തിൽ നിന്ന് അതിനകത്ത് ഈ മാങ്ങാണ്ടി ഇങ്ങ് വലിച്ച് വെളിയോട്ട് ഇട്ട് പറഞ്ഞു, തിന്നോ, തിന്നുന്നവരെല്ലാം നീതിമാന്മാരാണ്. പുതിയ നിയമത്തിൽ തിന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിൾ, ഞാനിതൊന്നുകൂടെ വിശദമായിട്ട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരവും കൂടെ പറയാം. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം അതോടെ തീരുമായിരിക്കും മിക്കവാറും. ഈ ഒരു ഞാനിത് എന്തുകൊണ്ടാണ് ഇത് ഈ പാപത്തിൻ്റെ ഡെപ്തിനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതില്ലാതെ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾ യെശയ്യാവിൻ്റെ കാര്യം ആലോചിക്കുക. യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങൾ എല്ലാവരും വഴക്ക് പറയുന്നത് നമുക്ക് കാണാം. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് ഭയങ്കര അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നുണ്ട്. അത്ഭുതകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സിംഹാസനസ്ഥനായിട്ട് അവൻ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തെ അല്ല അവിടെ കാണുന്നത് കേട്ടോ, യേശുക്രിസ്തുവിനെ ആണെന്നാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ 12:37 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാകുന്നു ഇത് പറഞ്ഞതെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിനെ അവിടെ കാണുമ്പോൾ ദൂതന്മാർക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത തേജസ്സിലാണ് കാണുന്നത്. 53-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവൻ കണ്ടാൽ ആളെന്ന് തോന്നുന്നു പറയും. 2 കാഴ്ചകളെ കൂട്ടിച്ചേർത്താണ് യോഹന്നാൻ 12:37 പറയുന്നത് അവിശ്വസനീയമായിരുന്നു അതെന്ന്. കാരണം ഈ സിംഹാസനത്തിൽ ഇരുന്നവനെ പിന്നെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളെ അന്വേഷിച്ച് വിശന്ന് ദാഹിച്ച് വേർത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവനായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ പോലും അല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അപ്പോൾ ഈ 2 കാഴ്ചയും കൂടെ യെശയ്യാവിന് തല കറങ്ങിപ്പോയി. യെശയ്യാ പറഞ്ഞു, ഞങ്ങൾ ഈ റിപ്പോർട്ടായിട്ട് പോയി ഏതെങ്കിലും ഒരുത്തം വിശ്വസിക്കുമോ? എന്തോ ഈ പറയുന്നത്? ദൂതന്മാർക്ക് പോലും നോക്കാൻ പറ്റാതെ. അവിടെ യെശയ്യാവിന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് വെച്ചാൽ ദൂതന്മാർ യേശുവിനെ നോക്കാൻ പറ്റാതെ കണ്ണു മൂടി, നിലത്ത് നിൽക്കാൻ പറ്റാതെ പാദം മൂടി, കാണിക്കാൻ പറ്റാതെ പറന്ന്, നിലത്ത് നിൽക്കാൻ പറ്റാതെ പറന്ന്, പാദം കാണിക്കാൻ പറ്റാതെ മൂടി കഷ്ടപ്പെട്ട് ഒരുത്തൻ വേറൊരുത്തനോട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ടിരിക്കുക. നോക്കല്ലേ നോക്കല്ലേ എന്ന് അവർ പറയുന്നത്. അവൻ പരിശുദ്ധനാണ്, അവൻ്റെ മുഖത്ത് പെട്ടുപോലെ നിങ്ങൾ മൂടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതിനിടയ്ക്കാണ് യെശയ്യാവിനെ പോലൊരു പാപി ഒന്ന് കണ്ണു തുറന്ന് നേരെ കാണുന്നത് എന്തോ? ദൈവത്തിൻ്റെ തേജസ്സിനെയാണ്. അവൻ ആകെ വെപ്രാളമായിപ്പോയി. ഒരു പാപവും ചെയ്യാത്ത ദൂതന്മാർ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ട് ദൈവത്തെ നോക്കാൻ പറ്റാതിരിക്കുമ്പം പാപിയായ ഞാൻ, ശുദ്ധമില്ലാത്ത അതരങ്ങളുള്ള ഞാൻ ഈ കർത്താവിനെ കണ്ടുപോയല്ലോ, ഞാൻ നശിച്ചു എന്നും പറഞ്ഞ് നിലവിളിക്കുമ്പോഴാണ് കർത്താവ് അവന് ശുദ്ധീകരണം നൽകുന്നത്. ആ ശുദ്ധീകരണം പ്രാപിക്കാൻ ഒരു കാര്യം മനസ്സിലാവും. പ്രസംഗകരുടെ എല്ലാം ചിന്ത ഫ്രണ്ടിൽ ഇരിക്കുന്നവരെല്ലാം പാപികളും അവർക്കുള്ള സൊല്യൂഷനായിട്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. അത് യെശയ്യാവ് അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങളെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും തോറ്റിരിക്കുന്നവർ, അപ്പം നിങ്ങളെല്ലാം ജയിപ്പിക്കാൻ വേണ്ടി ഒരാൾ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു എന്നാ വിചാരിക്കുന്നത്. ഈ പ്രസംഗകരുടെ മിക്കവാറും ആൾക്കാരുടെ ചിന്ത അങ്ങനെയാണ്. പക്ഷേ അവിടെ വെച്ച് യെശയ്യാവിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ സൊല്യൂഷനായിട്ടല്ല നിൽക്കുന്നത്, ഞാനും പ്രോബ്ലത്തിൻ്റെ ഭാഗം തന്നെയാണ്.
രക്ഷപ്പെടണമെങ്കിൽ വേറെ വഴി വേണം, വെളിയിൽ നിന്ന് വരണം രക്ഷ, ഞാനും പോക്കാണ് എന്ന് മനസ്സിലായ ശേഷമാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ യെശയ്യാവിന് കഴിഞ്ഞത്. 7-ാം അധ്യായം തൊട്ടാണ് സഹോദരങ്ങളെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ആരംഭിക്കുന്നത്. 7-ാം അധ്യായത്തിലാണ് പറയുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, നമ്മളെല്ലാം പോക്കാണ്, വി ആർ ഓൾ പാർട്സ് ഓഫ് പ്രോബ്ലം. എന്നാൽ സൊല്യൂഷൻ വരുന്നത് എക്സ്ട്രാ നോസ്, അത് വേറൊരു വേദശാസ്ത്ര പ്രയോഗമാണ്. നമ്മളിൽ നിന്നല്ല രക്ഷ വരുന്നത്, നമുക്ക് വെളിയിൽ നിന്നാണ്. someone has to come from outside of us to save us. No human decision can ever bring me to salvation. അതിൻ്റെ ഒരു പഴയൊരു പാട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും ഈ പാട്ട് ഇപ്പോൾ പറയാറുണ്ട്, നിങ്ങളൊന്ന് ഇടയ്ക്ക് പാടി നോക്കിയാൽ. എന്നോട് പാടരുതെന്ന് എൻ്റെ സാറുമാർ പറഞ്ഞിട്ടുണ്ട്, നീ എത്ര വേണമെങ്കിലും പ്രസംഗിച്ചു, പക്ഷേ പാടി ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ചില സമയത്ത് പാടുന്നില്ല, ഞാൻ പറയാം. ഇങ്ങനൊരു പാട്ടുണ്ട്, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, അല്ലേ? അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ് എങ്ങനെയാണ്? ഇതാണ് ഞാൻ പാടുന്നത്, നേരത്തെ അറിയാമെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് എടുത്താ, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, ഐ എം നോട്ട് ഏബിൾ ടു ഫുൾഫിൽ യുവർ ലോ. എന്തൊക്കെ ചെയ്താലും വൈരാഗ്യമേറിയാലും, അതിനകത്ത് ഇംഗ്ലീഷ് ചെയ്തിരിക്കുന്നത് കുഡ് മൈ സീൽ നോ റെസ്പൈറ്റ് നോ. ഒരു ക്ഷീണവും തോന്നാതെ ഞാൻ തീഷ്ണതയിൽ കുറയ്ക്കാതെ അധ്വാനിച്ചാലും, കുഡ് മൈ ടിയേഴ്സ് ഫോർ എവർ ഫ്ലോ, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാലും, വന്നിടാ പാപനാശം. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. ഐ കനോട്ട്. അപ്പോൾ അത് വെളിയിൽ നിന്ന് വരണം. ഓക്കെ, ഇത് 200 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്റ്റസ് ടോപ്ലാഡി എന്ന് പറഞ്ഞ ഒരു ഭക്തൻ, ഇംഗ്ലീഷുകാരൻ എഴുതിയ പാട്ടാണ്. ഇന്നിങ്ങനെയല്ല നമ്മൾ പാടുന്നത്. ഇന്ന് നമ്മൾ മതിലാടി കിടക്കും, ഓടിച്ചാടി നടക്കും, നമ്മുടെ വീട്ടിൽ ആഹാരം കുറയില്ല, നമ്മൾ അധ്വാനിക്കും, നമ്മൾ തന്നെ ആർക്കും കൊടുക്കാതെ തിന്നും, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ് ഇന്ന് വരുന്നത്. അന്നത്തെ പോലെ എഴുതാൻ പോലും ഇന്ന് പറ്റില്ല, ഇന്ന് പേന പോലും അങ്ങനെ വളയല്ല. അന്നത്തെ പാട്ടുകളെല്ലാം ഒരു പ്രത്യാശയുടെ ഒരു സ്റ്റാൻസ പാടി അവസാനിപ്പിക്കുകയുള്ളൂ. ഇന്ന് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല, ബിക്കോസ് വി ലോസ്റ്റ് ദാറ്റ് ഹോപ്പ്. അതുകൊണ്ട് അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ എഡിബിൾ പാർട്ട് അവരെല്ലാം നീതിമാന്മാരാക്കിയ ഒരു ഭാഗമുണ്ട്. അതിനകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന്, നിൻ്റെ ദൈവമേ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈസിയാണ്, നമുക്ക് വേറെ ദൈവങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, പടം വരയ്ക്കാൻ പോലും അറിയാൻ പറ്റുന്നത്, ഞാൻ ഒരു വിഗ്രഹം ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. 2, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്. അതാണ് ഇത്തിരി ഒരു പ്രയാസം. കാരണം നമ്മൾ ചിലപ്പം പറഞ്ഞു പോകും, ദൈവം നിന്നോട് ചോദിക്കൂടാ, അതൊക്കെ ചുമ്മാ എടുക്കുന്നതാണ്. നിങ്ങൾ പറയുന്നിടത്തെല്ലാം ചോദിക്കാൻ നടക്കുന്ന ആളല്ല ദൈവം. മക്കളോടൊന്നും അങ്ങനെ പറയണ്ട. കാരണം ദൈവം നമ്മുടെ ചൊൽപ്പടിയിൽ ഒതുങ്ങുന്ന ഒരാളല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ദൈവം ചിന്തിക്കുന്നതും. പിന്നെ ദൈവത്തിൻ്റെ നാം വെറുതെ എടുക്കുന്ന പ്രവാചകന്മാരാ, നാളെ നിന്നെ തണുപ്പുള്ള ദേശത്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയാതെ എൻ്റെ ആത്മാവ് കാണിക്കുന്ന ചിലർ പറയുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവൻ്റെ നാമം വെറുതെ എടുക്കരുത്. 4, ശബത്ത് ദിവസത്തെ ശുദ്ധിയായി ആചരിക്കുക. എന്നാ ശബത്ത് ഏത് ദിവസമാണ്? ശരിക്കും എന്നായിരിക്കേണ്ടതായിരുന്നു? ശനിയാഴ്ച. നമ്മളെന്നാ ശബത്ത് വെച്ചേക്കുന്നത്? ഞായറാഴ്ച. പക്ഷെ ശബത്ത് ശരിക്കും വെള്ളിയാഴ്ചയാണെന്നാണ് ബൈബിൾ പറയുന്നത്. സംശയമുണ്ടോ? വായിച്ചിട്ടുണ്ടോ ബൈബിളിൽ? അങ്ങനെ ഉണ്ടോ? വായിക്കട്ടെ. ശബത്ത് വെള്ളിയാഴ്ച ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26 അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 1:26 അവസാനത്തെ വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ. ഓക്കെ, മതി. അപ്പം മനുഷ്യനെ ഉണ്ടാക്കിയത് 6-ാം ദിവസമായിരുന്നു അല്ലേ? അറിയാലോ, 5-ാം ദിവസമല്ലല്ലോ, 6-ാം ദിവസമല്ലേ? ഇനി എൻ്റെ അവസാനത്തെ വാക്യം വായിച്ചേ. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായ ഉഷസ്സുമായി 6-ാം ദിവസം തീർന്നു. അപ്പോൾ 6 ദിവസം തീർന്നു. സൃഷ്ടിയുടെ കാര്യം പറഞ്ഞു, 6 ദിവസം തീർന്നു. ഇനി 2-ന്റെ 1 വായിച്ചു. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. 7-ാം ദിവസം നിവൃത്തനായി. ഓക്കെ, അപ്പോൾ 7-ാം ദിവസം തന്നെയല്ലേ ശബത്ത്? ഇനി ഈ സന്ധ്യ ഉഷസ്സായ 7-ാം ദിവസം എവിടെ കിടക്കുന്നതെന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ. നോക്കിയോ? എല്ലാവരും നോക്കിയോ? അങ്ങനൊന്നും ഇല്ല. അപ്പോൾ 7-ാം ദിവസം സന്ധ്യ ഉഷസ്സും ആയിട്ടുണ്ടോ? ആ വാക്യം വെച്ച് നോക്കിയാൽ ചില മാത്രം നമുക്കങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല. ആ വാക്യം അവിടെ എങ്ങും ഇല്ല. സന്ധ്യ വിശ്വസ 7-ാം ദിവസം ഒരു വാക്യം അവിടെ എങ്ങും ഇല്ല. അവിടെ ഒരു ഡോറ് തുറന്നു കിടപ്പുണ്ട്. അതെവിടെ പോയി എന്നറിയോ? 7-ാം ദിവസം എപ്പോഴാണ് തീർന്നേ? 7-ാം ദിവസം എപ്പോഴാണ് തീർന്നേ? എബ്രായ ലേഖനം 4-ാം അധ്യായം വായിച്ചേ, 1-ാം വാക്യം മുതൽ.
പെട്ടെന്ന് വായിച്ചോ, നമുക്കിത് വിഷയമല്ല. ഒരു അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു വാഗ്ദത്വം ഇപ്പോഴും കിടപ്പുണ്ട്. ആ സ്വസ്ഥത ഏതാ? അടുത്ത വാക്യം. അവരെ പോലെ നാമും അവന്റെ സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവർ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അടുത്ത വാക്യം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ കണ്ടോ. അപ്പൊ ഏത് സ്വസ്ഥതയാ? ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം അവരുടെ സ്വസ്ഥതയിൽ. അപ്പൊ സ്വസ്ഥത തുടങ്ങിയത് എപ്പോഴായിരുന്നു? ലോകസ്ഥാപനത്തിങ്കല. അപ്പൊ ഇവര് കേറില്ല എന്ന് കർത്താവ് പറഞ്ഞ എപ്പോഴാ? ആ സമയത്താ. അപ്പൊ സ്വസ്ഥത എപ്പോ തുടങ്ങി? അന്ന് തുടങ്ങിയതാ. ഇന്നും ആ വാതിൽ തുറന്നു കിടക്കുക. അടുത്ത വാക്യം. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കലെന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിവൃത്തനായ സ്വസ്ഥനായത് എന്നാ? അടുത്ത വാക്യം. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് അവിടെ പിന്നെയും. അപ്പൊ 7-ാം ദിവസം തീർന്നിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? തീർന്നിട്ടില്ല. അടുത്ത വാക്യം. എപ്പോ തീരുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഏതിൽ ചേരുവാൻ? ഏത് സ്വസ്ഥതയിൽ? 7-ാം ദിവസത്തെ സ്വസ്ഥതയിൽ ഇനിയും ചില ആൾക്കാർ കയറാൻ ബാക്കിയുണ്ട് അല്ലേ? അടുത്ത വാക്യം. മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുൻപേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. അപ്പൊ എന്നാ ശബത്ത്? ഇന്നല്ലേ? നമുക്ക് ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് കയറാൻ എന്നാ ദിവസം? ഇന്ന് എന്താഴ്ചയാ? വെള്ളിയാഴ്ച. അപ്പൊ ശബത്ത് എന്നാ? അപ്പൊ നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കിയാ ശനിയാഴ്ച. തിങ്കളാഴ്ച എഴുന്നേറ്റ് നോക്കിയാ എപ്പോഴെല്ലാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആർദ്രമാകുന്നോ, മാനസാന്തരം ഉണ്ടാകുന്നോ, ഹൃദയനുറുക്കം ഉണ്ടാകുന്നോ, അപ്പോൾ ദൈവമായുള്ള സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് അവനൊരു ശബത്ത് അനുഭവം വെച്ചിരിക്കുന്നു. അപ്പോൾ ആകെ എത്ര ദിവസം ദൈവം സൃഷ്ടിച്ചെന്നറിയോ? 7 ദിവസമേ ഉള്ളൂ. 7-ാം ദിവസം ഇങ്ങനെ കിടക്കുക. അപ്പോൾ ആദ്യത്തെ 6 ദിവസം എങ്ങനെ കിടന്ന് കാണുമായിരിക്കും? അറിയാൻ മേല. പക്ഷെ ഒരു കാര്യം അറിയാം, 7-ാം ദിവസം തീരുമ്പം കർത്താവ് പറയും സന്ധ്യയായി ഉഷസ്സായി 7-ാം ദിവസം. അതോടുകൂടി ഇതെല്ലാം തീരും. നമ്മൾ നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ 7-ാം ദിവസം തീരാതെ അതിൻ്റെ അവസാനത്തെ നാഴികയിലാണ് നമ്മൾ ഈ സന്ധ്യാസമയത്താണ് നിൽക്കുന്നത്. ഈ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രാത്രിയാണ്. പിന്നെ സന്ധ്യയായി ഉഷസ്സായി. സന്ധ്യയായ പിന്നെ ഉഷസ്സാവുക. രാത്രി ഒന്നും സംഭവിക്കുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആദ്യം തൊട്ടേ ആർക്കും പ്രവർത്തിക്കാൻ വയ്യാത്തൊരു രാത്രി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സന്ധ്യ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തായിക്കോളും? ഉഷസ്സായിക്കോളും. അപ്പോൾ ശബത്തിലേക്ക് അതിനു മുമ്പ് പ്രവേശിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങളാരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നിങ്ങൾ വിചാരിച്ചു കാണും ഓക്കെ. പക്ഷേ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോമിസ്, ഒരു വാഗ്ദത്തത്തിൻ്റെ നിറവേറലാണ്. നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ആ സ്വസ്ഥതയിലേക്ക് കയറാൻ പറ്റില്ല. അത് മനുഷ്യ ബുദ്ധി അഴിച്ചു വെച്ച്, ചില പ്രസംഗം അങ്ങനെ പറയുന്നത് നിങ്ങൾ ബുദ്ധിയെ വിട്ടുകൊടുക്കുക, ആ സാധനമല്ല ഞാൻ പറയുന്നത്. മനുഷ്യ ബുദ്ധി അഴിച്ചു വെച്ചിട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക്, വചനത്തിലേക്ക്. ഞാൻ ഈ പ്രസംഗം പറഞ്ഞിട്ട് എപ്പോഴും പറയാറുണ്ട്, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. ഞാൻ ഈ പ്രസംഗിച്ച മുഴുവൻ റോമാലേഖനത്തിലാണ് ഇന്ന് പറഞ്ഞത്. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന റോമാലേഖനം വായിച്ചിട്ട് അത് വിശ്വസിച്ചാൽ മതി. ഞാൻ വെളിയിൽ നിന്ന് ഒരു കൊട്ടേഷനോ ഇതിൻ്റെ ഗ്രീക്ക് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സാധാരണക്കാരൻ എങ്ങനെ റോമാലേഖനം വായിക്കണോ അങ്ങനെ വായിക്കുകയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ പോയിരുന്ന റോമാലേഖനം ഇന്ന് തന്നെ വായിക്കാമെങ്കിൽ നമുക്ക് കൂടുതൽ പ്രയാസങ്ങളില്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ എബ്രായ ലേഖനം ഇതെല്ലാം കൂടെ ഒന്ന് വായിച്ചാൽ മതി. ഞാൻ ഈ വചനം അതുപോലെ പറയല്ലാതെ എൻ്റേതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ. അപ്പം മാങ്ങാപ്പഴത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച ഒരു ദിവസം പോയി കർത്താവിൻ്റെ അടുത്തിരിക്കാന്ന് പറഞ്ഞാൽ ഈസി ആയിരുന്നു. അത് മാങ്ങാണ്ടിയുടെ വെളിയിലുള്ള പൾപ്പ് കഴിക്കുന്ന പോലെയാണ്. നമ്മൾ ഞായറാഴ്ച 3 മണിക്കൂർ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പോകുന്ന ആ പൾപ്പ് കഴിക്കുന്നേ ഉള്ളൂ. സ്വസ്ഥത പ്രാപിക്കാൻ പറ്റുന്നില്ല. അത് ആന്തരികമായൊരു കാര്യമാണ്, അത് നടക്കുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ എല്ലാ കൽപ്പനകളുടെ അകത്ത് എന്തുണ്ട്? ഒരു ആന്തരികമായ ഒരു കാര്യമുണ്ട്. അതൊരു മാങ്ങാണ്ടി പോലെയായിരുന്നു, സീഡായിരുന്നു. അത് കടിച്ചു തിന്നാനുള്ള കഴിവ് ഒരു മനുഷ്യനും ഇല്ല. ഓക്കെ. അപ്പോൾ എന്തിനാണ് നിയമം അങ്ങനെ കൊടുത്തത്? ഈ ആർക്കും അനുസരിക്കാൻ പറ്റാത്ത പ്രമാണം എന്തിനാണ് കൊടുത്തതെന്നറിയോ? എല്ലാവരെയും പാപികളെന്ന് പറയാൻ വേണ്ടിയാ. സകല വായും അടഞ്ഞ്, അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത് 19-ാം വാക്യത്തിൽ? അങ്ങനെ സകല വായും അടഞ്ഞ സകല ലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. 3:19.
ഇപ്പം ലോകത്തിലെല്ലാവരും പാപികളാണെന്ന് സ്ഥാപിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആവശ്യമില്ല. അതിന് കർത്താവ് എന്താ കൊടുത്തത്? പഴയ നിയമത്തിൽ തന്നെ ഒരു മാങ്ങാപ്പഴമാണ് കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പഴം മാത്രം കണ്ടവന് ഒരിക്കലും ഹൃദയനുറുക്കം ഉണ്ടാകുന്നില്ല. എന്നാൽ അതിൻ്റെ മാങ്ങാണ്ടിയിൽ കടിച്ചു നോക്കിയവനാണ്, ആ കൽപ്പന അങ്ങനെ കണ്ടവനാണ്, ഇത് ഫുൾ തീർക്കണം എന്ന് കണ്ടവനാണ് ശരിക്കും ഹൃദയ തകർച്ച ഉണ്ടാകുന്നത്. അയ്യോ, ഞാൻ പാപിയാണല്ലോ എന്ന് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന കൽപ്പന നമ്മളെ പാപികളാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പന വളരെ പ്രധാനമാണ്. കാരണം പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയേയില്ല. ഞാൻ വിചാരിച്ചാൽ നന്നാകാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ നമ്മുടെ പലപ്പോഴും നമുക്ക് വിക്ടറി ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രസ്റ്റിംഗ് അവർ ഓൺ ഫ്ലഷ് ടു മേക്ക് എ റിക്കവറി. അതൊരിക്കലും സാധിക്കത്തില്ല. നമ്മൾ നമ്മുടെ തീരുമാനം നാളെ തൊട്ട് എന്ന് പറയുന്ന അതിനകത്ത് ഒരു പ്രസക്തിയുമില്ല. ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അതുകൊണ്ട് നിങ്ങൾ ആരും പരിശ്രമിക്കേണ്ട, നടക്കില്ല. എത്ര പേർക്ക് സന്തോഷമായി? നന്നാകാൻ നോക്കണ്ട, നന്നാവില്ല. ഈ സത്യം ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞേക്കുക. കാരണം ചില ഡോക്ടർമാർ പൊതിഞ്ഞു വെച്ചേ സംസാരിക്കുള്ളൂ. പക്ഷെ അപ്പോസ്തലൻ ഈസ് വെരി ഹാർഷ്. നന്നാകാൻ പറ്റില്ല. എത്ര ഡിസിഷൻ എടുത്താലും, പ്രാർത്ഥിച്ചാലും, ഉപവസിച്ചാലും, കണ്ണ് നിറഞ്ഞ് നിലവിളിച്ചാലും, ലോകം മുഴുവൻ ഉപേക്ഷിച്ച് ശരീരം മുഴുവൻ ചുടാൻ ഏൽപ്പിച്ചാലും നന്നാകാൻ പറ്റൂല. സമ്മതിച്ചോ? സമ്മതിക്കാൻ പറ്റുന്നുണ്ടോ ഇത്? ഇനി ഞാനത് തെളിയിച്ചു തരാം, അല്ലാതെ നടക്കില്ല. ദൈവം നമ്മുടെ പ്രവൃത്തികൾ വെച്ച് നമ്മളെ വിധിക്കുമായിരുന്നെങ്കിൽ അതിനകത്ത് ചില അപകടങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വളർന്നു വന്ന അന്തരീക്ഷം, നമ്മുടെ ജീനുകൾ അല്ലേ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ആ ജാതി അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? അവരുടെ ജീനുകൾ ശരിയല്ല എന്നായി പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീനുകളാണല്ലോ എല്ലാത്തിലും നല്ലത്. ഏത് ജാതി നോക്കിയാലും അവരവരുടെ ജീനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവരങ്ങനെയൊക്കെ മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഒരു കാരണം എന്താ? അവരുടെ ജീനുകളാണ്. പണ്ടൊരു ക്ലാസ്സിലൊരു പിള്ളേരെല്ലാം കൂടെ ഭയങ്കര വഴക്കാൻ, ഭയങ്കര ശല്യമാണ് ആ ക്ലാസ്. അങ്ങനെ അപ്പോൾ ഒരു സാറ് പഠിപ്പിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ പുള്ളി കുറേ നേരം അവിടെ ഇരുന്നു. സാറ് വന്ന കാര്യം പോലും പിള്ളേർ നോട്ട് ചെയ്യുന്നില്ല. അവർ ഭയങ്കര ബഹളവും ഏറും പുസ്തകം എടുത്തെറിയുന്നു, ഭയങ്കര ബഹളം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സാറ് എഴുന്നേറ്റ് നിന്ന് ബോർഡിലോട്ട് 2 അക്ഷരങ്ങൾ എഴുതി, HE. എന്നിട്ട് പുള്ളി വന്നിരുന്നു. ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ്, സാറ് എന്താ H, എന്താ E? ഇപ്പോൾ പുള്ളി പറഞ്ഞു, H എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റി, നിൻ്റെയൊക്കെ പാരമ്പര്യം. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും നീ നന്നാവാൻ പറ്റില്ല, കാരണം നിൻ്റെ പാരമ്പര്യം, നിൻ്റെ വല്യപ്പൂപ്പന്മാർ തന്നെ ശരിയല്ലെന്നായി പറഞ്ഞു വരുന്നത്. 2, എൻവയറൺമെൻറ്റ്, നീ വളർന്നു വന്ന അന്തരീക്ഷം. അതുകൊണ്ട് ഞാൻ ഒരു പ്രയോജനമില്ല, നിങ്ങൾ നന്നാവില്ല എന്ന് ആ ബോർഡിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇനി എന്ത് വഴക്കുണ്ടാക്കിയാലും ഇയാൾ ചീത്ത പറയുന്നത് നമ്മളെയല്ല, നമ്മുടെ അപ്പൂപ്പന്മാരെ തൊട്ടാണ്. അതൊരു സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സ്കോൾഡിങ്. അയാൾ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ ഏറ്റവും നീതിമാനായ ഒരാളെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങളാന്ന് വിചാരിച്ചോ? ഏറ്റവും മോശമായ ഒരാളെ സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, അയാൾ ജനിച്ച വീട്ടിൽ ഞാനും, ഞാൻ ജനിച്ച വീട്ടിൽ അയാളും ജീവിച്ചു. എനിക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ അയാൾക്കും, അയാൾക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എനിക്കില്ല. എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ, വിദ്യാഭ്യാസം, ബൈബിൾ അയാൾക്കും, അയാൾക്ക് കിട്ടിയ ഡ്രഗ്സും ലോകത്തിലെ വേണ്ടാത്ത കോണ്ടാക്ട്സും എല്ലാം എനിക്കും കിട്ടിയായിരുന്നെങ്കിൽ എങ്ങനെ ആയിരുന്നേനെ? ആര് നന്നായിരുന്നേനെ? അറിയാൻ വയ്യ. അപ്പോൾ സ്വർഗത്തിലോട്ട് നമ്മൾ ചെല്ലുമ്പം ചെയ്സ് കൊള്ളാം, നല്ലപോലെ ജീവിച്ചു, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞ് എന്നെ സ്വർഗത്തിലോട്ടും, ഈ ഡ്രഗ് അടിച്ച് ചെറുപ്പം തൊട്ട് നടന്നവൻ നരകത്തിലോട്ടും പോകുന്ന വഴിക്ക് അവൻ പറയല്ലേ, എന്നെ എന്താ ചെയ്സിൻ്റെ വീട്ടിൽ ജനിപ്പിക്കാഞ്ഞേ? എനിക്കെന്താ ചെറുപ്പത്തിലെ നല്ല കൂട്ടുകാരെ തരാഞ്ഞേ, നല്ല മാതാപിതാക്കളെ തരാഞ്ഞേ? എനിക്കെന്തിനാ ഡ്രഗ് അഡിക്സിൻ്റെ കൂടെ ഒരു ബാല്യകാലം ഞാൻ തിരഞ്ഞെടുക്കാതെ തന്നെ എനിക്ക് കിട്ടിയത്? എന്നിട്ട് അവനെപ്പോലെ പെരുമാറണമെന്ന് പറഞ്ഞാൽ എന്ത് നീതി അതെന്ന് ദൈവത്തോട് ചോദിക്കില്ലേ? അപ്പോൾ ദൈവം പറയുന്ന മറുപടി എന്താണെന്നറിയോ? എല്ലാം കണക്കടാ, അവനിവനും എല്ലാം ഒരേ ആദമാ. അതുകൊണ്ട് അവൻ വിചാരിച്ചിരിക്കുന്നത് ഈ മാങ്ങാപ്പഴം തിന്നവൻ മിടുക്കനായിന്നാ. ഞാൻ അതിനകത്തൂടെ ഒരു മാങ്ങാണ്ടി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്നെ അവനെ ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞിട്ട് കർത്താവ് പറയാം, വിശ്വസിക്കുന്നവനെ രക്ഷിക്കാം, കണ്ടീഷൻ നോട്ട് ആപ്ലിക്കബിൾ. അപ്പം നീതിയായില്ലേ? ഏത് തെരുവിൽ കിടന്നവൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവനോടും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ബിലീവ് ഇൻ ദ സൺ ഓഫ് ഗോഡ്, യു വിൽ ബി സേവ്ഡ്. അപ്പോൾ വിശ്വാസത്താലുള്ള രക്ഷ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഒരു മനുഷ്യനും അവൻ്റെ പ്രവൃത്തിയിൽ പുകഴാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ മാൻ സെൻട്രാലിറ്റിയെ തകർക്കാൻ വേണ്ടിയാണ്. ഞാൻ സെൻട്രാലിറ്റിയെ തകർക്കാൻ വേണ്ടിയാണ്. ഞാനെന്ന് പറയുന്ന സാധനം തന്നെ സിൻഫുള്ളാണ്, അതിനൊരു നന്മയും വസിക്കുന്നില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്ത് വെച്ചത്? ന്യായപ്രമാണത്തെ വെച്ചത്.
ഈ ന്യായപ്രമാണത്തിൻ്റെ അകത്തുള്ള മാങ്ങാണ്ടി പഴയ നിയമത്തിൽ കാണാനുണ്ടോ? ഉണ്ട്. അത് വിശ്വാസത്തോടെ നോക്കിയാൽ കാണാം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പഴയ നിയമമാണ്. അതൊരു ശാസ്ത്രിയോട് കർത്താവ് സംസാരിക്കുമ്പം അത് എടുത്തു പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് നടക്കില്ല. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന കാര്യം വിട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മകൻ പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഭയങ്കര സങ്കടമായി. ഇന്ന് തോൽവി എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഒരു 100 പേര് പരീക്ഷ എഴുതി 40 പേരൊക്കെ ജയിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 99 ജയിക്കും, ഒരാളെ തോക്കണം. അപ്പോൾ അവർ തോറ്റുപോയ എൻ്റെ മോനാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ അയൽവക്കത്തെ ഒരു കൊച്ചും ഇവൻ്റെ കൂടെ തോറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് ആശ്വാസമായോ അതോ ടെൻഷൻ കൂടിയോ? ഓ, എൻ്റെ മോന് തോറ്റു, അയ്യോ അവനും തോറ്റുപോയല്ലോ, അങ്ങനെ തോന്നുമോ? ഓ, അവനും കൂടെ തോറ്റല്ലോ എന്ന് തോന്നുന്നു. നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടതല്ലേ? എന്താ പറ്റാത്തേ? നിങ്ങളുടെ മകന് സുഖമില്ലാതായപ്പോൾ ആശുപത്രി കൊണ്ടുപോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, പൈസ മുഴുവൻ ചിലവാക്കുന്നു. അയൽവക്കക്കാരനും നിങ്ങൾ വിചാരിക്കുക അതുപോലെ തന്നെ സ്നേഹിക്കണം എന്നല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത്? അവനെ കൊണ്ടുപോയി, ഞാൻ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എൻ്റെ മകനെ കൊണ്ടുപോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല. അതെന്തായിരിക്കും എൻ്റെ കാരണം? നടക്കില്ല. അപ്പം ഞാൻ വിചാരിക്കാം, തീരുമാനം എടുക്കുക. ഞാൻ ഇന്ന് തൊട്ട് നമ്മുടെ തീരുമാനങ്ങൾ ഇങ്ങനെ കേട്ടോ. ഞാൻ ഇന്ന് തൊട്ട് അവനെ എൻ്റെ മകനെ പോലെ സ്നേഹിക്കും. ടെൻഷൻ വരട്ടെ വരുമോ? കർത്താവ് നമ്മളുടെ ഒരൊറ്റ കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. അതാണ് എൻ്റെ കൽപ്പന. അപ്പം പൗലോസ് പറയുന്നത് ഏത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്താൽ മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. റോമാലേഖനം 13 പറയുന്നത് അത് അവിടെ ഇടാൻ, അതായി മാങ്ങാണ്ടി അതിടാൻ നമുക്ക് കഴിവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ സ്നേഹം കൊണ്ട് അതിനെ പൂർത്തീകരിക്കാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിലില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശരിയാണോ? അത് പൗലോസ് എങ്ങനെ വിശദീകരിക്കുന്നറിയോ? ഞാനത് വിശദീകരിക്കാൻ വേണ്ടി ഒരു കഥ പറയാം. നമ്മൾ ചെറുപ്പത്തിൽ ഓറഞ്ച് കഴിക്കുന്ന കാലം ഓർമ്മയുണ്ടോ? അപ്പോൾ ഓറഞ്ച് കഴിക്കുമ്പം ഒരു ഉപദേശം അതിൻ്റെ കൂടെ കിട്ടാറുണ്ട്. എന്താ? നിൻ്റെ ഓറഞ്ചിൻ്റെ കുരു വയറ്റി പോയാൽ എന്ത് സംഭവിക്കും? അത് കിളിർത്ത് വയറ്റിനകത്ത് വേറൊരു ഓറഞ്ച് മരം ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ഉണ്ടായ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരാളുള്ളൂ അങ്ങനെ ഉണ്ടായത്. ആദം ആ പഴം തിന്നു. അവൻ്റെ ഉള്ളിൽ പാപം എന്നൊരു മരം ഉണ്ടായി വന്നു. ഈ പാവം എന്ന മരത്തിൽ കായ്ക്കുന്ന ഫലങ്ങളാണ് നമ്മൾ പലപ്പോഴും പാവമായിട്ട് കാണുന്നത്. അസൂയ, കുശുമ്പ്, വഴക്കുണ്ടാക്കി, ദേഷ്യപ്പെട്ടു, ഇതൊക്കെ അതിൻ്റെ ഫലങ്ങളാണ്, മരമല്ല. അപ്പോൾ ഞായറാഴ്ച കർത്തൃമേശ എടുക്കാൻ നേരത്ത് പാസ്റ്റർ പറയും, ചർച്ചകളിൽ എല്ലാ ആഴ്ചയും കർത്തൃമേശ ഉണ്ടോ അതോ മാസത്തിലൊരിക്കൽ? എന്തായാലും ഈ മാസത്തിലൊരിക്കൽ കർത്തൃമേശ എടുക്കാൻ നേരത്ത് പാസ്റ്റർ പറയും, നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ടേ മക്കളെ ഇതിനകത്ത് എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ചത്തുപോകും, അല്ലെങ്കിൽ രോഗം വരും, ഭയങ്കര പ്രയാസങ്ങളുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പം ഓടിപ്പോയി ഫലമെല്ലാം പറിച്ചു കളയും. ഏതാ? അസൂയ, കുശുമ്പ്, വൈരാഗ്യം. കർത്താവ് എനിക്ക് അവനോട് ദേഷ്യമുണ്ട്, ക്ഷമിക്കണേ കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ പഴമെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മളൊരു ഹാങ് ഓവറാണ്. ആ സമയത്ത് ഭയങ്കര ഉറപ്പാണ്, രക്ഷ ഉറപ്പാണ്, കർത്താവ് വന്നാൽ പോവും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ കർത്തൃമേശ എടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എടുത്തിട്ടില്ല. ഗൾഫിൽ 2-3 ദിവസം മുമ്പ് എടുത്തു. അമേരിക്കയിൽ നാളെ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ കർത്താവ് വരുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോകണമെങ്കിൽ ഒരു പ്രത്യേക ബാലൻസിൽ വരണം. അതെങ്ങനെയാണെന്ന് അറിയാൻ മേല. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ കർത്തൃമേശയൊക്കെ എടുത്ത് ഉപവാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുന്ന വഴിക്ക് ഈ പിള്ളേർ ക്രിക്കറ്റ് കാണാൻ വേണ്ടി TV ഓൺ ചെയ്യുന്നു വെച്ചോ. അപ്പോൾ അമ്മ പറയുന്നൊരു സ്റ്റാൻഡേർഡ് ഡയലോഗ് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഹാങ് ഓവർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അമ്മ പറയാം, ചർച്ചിൽ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, ഇത്തിരി കഴിയട്ടെ. ഇതെന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 6 മണിയൊക്കെ ആയാലും നമ്മൾ നോർമലാവുള്ളൂ. അതുവരെ നമ്മൾ ഈ പഴം പറിച്ച് കളഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ്. 6-7 മണിയാകുമ്പോൾ നോർമലാവും. അമ്മ തന്നെ വന്ന് ഓപ്പൺ ചെയ്യും, നോ പ്രോബ്ലം, നൗ ഐ ആം നോർമൽ. ഇതാണ് ഞാൻ നോർമൽ. അതാ ബാക്കി കുറച്ചു നേരം മാത്രം നമ്മൾ പിടിച്ചു നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആത്മീയതയിൽ ഉണ്ടാകുന്ന ഒരു ഹാങ് ഓവർ. ഇതിനകത്താണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിരിച്ചപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, നിങ്ങളിങ്ങനെയാണോ എന്നോർത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രശ്നം ഈ പഴം അല്ല, പഴം പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങനെയുള്ള മാനസാന്തരത്തെക്കുറിച്ചല്ല കാണുന്നത്. പഴം പറിച്ചു കളഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ എത്ര പഴം പറിച്ചു കളഞ്ഞാലും
ഈ മരത്തിൽ നിന്ന് പിന്നെയും പഴങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മരം മുറിച്ച് കളഞ്ഞാലും മരം പിന്നെയും പൊട്ടിക്കിളിർക്കും. കാരണം മരം ഒരു മനുഷ്യൻ്റെ കൈ വെട്ടുന്ന പോലെയല്ല. മരത്തിന് ടോട്ടി പൊട്ടൻസി എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അത് എവിടെ വെച്ച് കട്ട് ചെയ്താലും അവിടെ നിന്ന് വളർന്നു വരും. എല്ലാ മരവും അല്ല കേട്ടോ. പക്ഷെ പാപത്തിൻ്റെ മരം അങ്ങനെയാണ്. എവിടെ കട്ട് ചെയ്താലും അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വളർന്നു വരും. എന്നൊരു സൽപ്രവൃത്തി ചെയ്തേക്കാന്ന് വിചാരിച്ചാലോ അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഒരു തിന്മ അതിൻ്റെ പുറകെ കൂടെ വരും. അതിനാണ് കൗണ്ടർ ഫോഴ്സ്. ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. പൗലോസ് ആ കൗണ്ടർ ഫോഴ്സിനെയാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഈ കൗണ്ടർ ഫോഴ്സ് ഓഫ് സിൻ? റോമാലേഖനം 7:14 ഒന്ന് വായിച്ചേ. റോമാലേഖനം 7:14. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. അത് നല്ലതാണ്. പക്ഷേ ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അപ്പൊ എൻ്റെ പ്രശ്നം എൻ്റെയാണ്. ഞാനാണ് പാപി. ഇനി നമുക്ക് അടുത്ത വാക്യം വായിക്കാം. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ അറിവില്ല. നമ്മൾ പലപ്പോഴും അറിയാത്ത പാപങ്ങളെന്ന് പറയല്ലേ. അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങളാണോ അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണോ ഭീകരം? നമ്മൾ വിചാരിക്കും അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങളാണ് ഭീകരമെന്ന്. അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങൾ നാളെ ശ്രദ്ധിച്ചാൽ ചെയ്യാതിരിക്കാം. പക്ഷെ ഈ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. പൗലോസ് പറയുന്ന ആ അറിയാതെ വരുന്ന പാപങ്ങൾ എന്നെ എങ്ങനെ അടിമയാക്കുന്നു എന്നാണ്. ഞാൻ അറിയുന്നില്ല. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ പകയ്ക്കുന്നതിനെയാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത വാക്യം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പം എൻ്റെ ഇച്ഛ ന്യായപ്രമാണത്തിൻ്റെ കൂടെയാണ്, ഞാൻ സമ്മതിക്കുന്നു, ദാറ്റ്സ് റൈറ്റ്. പക്ഷെ എൻ്റെ അവയവങ്ങളിൽ നിന്ന് അത് നടക്കുന്നില്ല. അടുത്ത വാക്യം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഞാനല്ലെന്ന്. അപ്പൊ പാപം ചെയ്യുന്ന ആരല്ലെന്നാ പറയുന്നത്? ഞാനേ അല്ലെന്നാ പൗലോസ് പറയുന്നത്. എൻ്റെ മാസ്റ്ററാണ് അത് ചെയ്യുന്നത്, ഞാനല്ല. എൻ്റെ യജമാനൻ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്, ബട്ട് ഹീ ഈസ് ഡൂയിങ് ഇറ്റ്. വാട്ട് ഈസ് ദാറ്റ് ഹീ? ഹൂ ഈസ് ദാറ്റ് ഹീ? പാപം, എന്നിൽ വസിക്കുന്ന പാപം. 21-ാം വാക്യം തൊട്ട് വായിച്ചേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അടുത്തത്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ അവയവങ്ങളിൽ വരുന്ന പ്രമാണം? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ 2 ഭിക്ഷക്കാർ വന്നു. ഒരു ഭിക്ഷക്കാരന് നിങ്ങൾ 100 രൂപ കൊടുത്തു, മറ്റേ ഭിക്ഷക്കാരന് ഒന്നും കൊടുത്തില്ല. അത് 2 പേരും, ഈ വാങ്ങിച്ചുകൊണ്ട് പോയ 2 പേരും നിങ്ങളുടെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു. ആര് ചീത്ത പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്? നമ്മൾ 100 രൂപ കൊടുത്തവൻ ചീത്ത പറയുമ്പോഴല്ലേ വിഷമം ഉണ്ടാകുന്നത്. അതിന് കാരണം എന്താ? ഈ 100 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പം നമ്മുടെ അവയവങ്ങൾ നമ്മളറിയാതെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. എന്നെ നോക്കി ഒന്ന് ചിരിച്ച് നന്ദി പറഞ്ഞിട്ട് പോടാ എന്ന് വെച്ചില്ലായിരുന്നോ? അവനത് ചെയ്യാതിരുന്നെന്ന് മാത്രമല്ല, തിരിച്ച് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ മറ്റവനോടില്ലാതിരുന്ന വൈരാഗ്യം എനിക്ക് അവനോട് തോന്നിയെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? എൻ്റെ അവയവങ്ങളിൽ ഞാൻ ചെയ്ത സൽപ്രവൃത്തി തന്നെ എന്നെ പാപിയാക്കി മാറ്റുന്ന ഒരു കൗണ്ടർ ഫോഴ്സ്, ഒരു എതിർ ശക്തി ഉണ്ടാക്കിയായിരുന്നു എന്നല്ലേ? ഇനി ഒന്നും കൂടെ വിശദമായിട്ട് പറയാം. നമ്മളൊരു ചർച്ച് പണിയാൻ പോകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു അച്ചായൻ എഴുന്നേറ്റ് ഒരു വീശങ്ങ് വീശി 5 ലക്ഷം രൂപ. നല്ല പ്രവൃത്തിയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിന് തക്കതായ ഒരു കൗണ്ടർ ഫോഴ്സ് ഈ അച്ചായൻ്റെ ഉള്ളിൽ ഉണ്ടായി വരുന്നുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ പാസ്റ്റർ ഒരു വഴി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ചായനെ പോലെയുള്ളവരാണ് നമുക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം അച്ചായന് ഇത്തിരി ആശ്വാസമാവും. അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, എന്നിട്ടും ആ സഭ പുള്ളി അവഗണിക്കുവാണെങ്കിൽ, ഈ 5 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ പേരിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ പുള്ളി ഉറപ്പായിട്ട് ഉടക്കുണ്ടാക്കിയിരിക്കും. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് പാസ്റ്റർമാർ എന്ത് ചെയ്യുന്നില്ല, ഇവരെ മാക്സിമം അങ്ങ് പൂഴ്ത്തി പറഞ്ഞേക്കും. കാരണം അങ്ങനെ പറഞ്ഞാൽ അത്രയെങ്കിലും ഈ കൗണ്ടർ ഫോഴ്സിനെ തടയാം. നമ്മൾ എന്തു നന്മ ചെയ്താലും, ജഡത്തിൽ എന്ത് ചെയ്താലും, അതിനകത്തോടെ ഞാൻ അവനെ അത്ര സഹായിച്ചതാ എന്നൊരു ഫീലിംഗ് നമുക്ക് മനസ്സിലാകാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിക്കോളും. ഞാൻ പറയുന്നത് ശരിയാണോ? അല്ല, മനസ്സിലായിട്ടുണ്ടോ അതങ്ങനെ വരുന്നത്? 1 മണിക്കൂർ ഒരുത്തിന് വേണ്ടി കാത്തിരുന്ന് നോക്കി. അത്രയും ഫോഴ്സ്, നല്ല കാര്യം നിങ്ങൾ ചെയ്യുന്നത്, പക്ഷെ അത്രയും ഒരു എതിർശക്തി, അതുകൊണ്ട് വഴക്കുണ്ടാക്കാനുള്ളൊരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കിഡ്നി കൊടുത്തു നോക്കി, വേണ്ട.
ഒരു ഗവൺമെൻറ് ജോലി വിട്ടിട്ട് സുവിശേഷയിലേക്ക് ഇറങ്ങി ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ ബഹുമാനിക്കപ്പെടണം എന്ന് അവൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കും. ഒരു കിഡ്നി കൊടുത്തിട്ട് ആ കിഡ്നി മേടിച്ചവൻ നാളെ തിരിഞ്ഞ് നിന്ന് ചീത്ത പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? കിഡ്നിയും പോയി. ഈ അമ്മമാരൊക്കെ പരാതി പറഞ്ഞിട്ടില്ലേ മക്കളോട്, നിന്നെയൊക്കെ 9 മാസം ചുമന്ന് ഞാൻ വളർത്തിയാടാന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവൻ അതനുസരിച്ചുള്ള ബഹുമാനം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കൗണ്ടർ ഫോഴ്സ്, ഇവനെ തല്ലിക്കൊല്ലാനുള്ള കൗണ്ടർ ഫോഴ്സ് ആളുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സഹിക്കാം. ഇവിടെ കുറേ പ്രവൃത്തികൾ ചെയ്തിട്ട് സ്വർഗത്തിലോട്ട് പോകുന്നവൻ്റെ കൗണ്ടർ ഫോഴ്സ് എന്തായിരിക്കും? അവൻ ദൈവത്തോട് എന്തായിരിക്കും പറയുന്നത്? ചില പെണ്ണുങ്ങൾ പറയത്തില്ല, ഞാൻ ചുമ്മാ വലിഞ്ഞേറി വന്നൊന്നുമല്ല, കുറേ കാശുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ ദൈവത്തോടൊരുത്തം ചെന്ന് സ്വർഗത്തിൽ ചെന്ന് പറയുക, അവനും ഇവനും വന്നോലെയൊന്നുമല്ല, ഞാൻ കുറേ നിനക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് വന്നേക്കെന്ന് പറഞ്ഞാലുള്ള അവസ്ഥ അവനെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമോ? ഈസ് ഫുൾ ഓഫ് ദാറ്റ് പ്രൈഡ്. അതിനാണ് അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുകയില്ല നമ്മൾ വിചാരിച്ചാലും. കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ അത് ഉണ്ടാക്കിയിരിക്കും. നമ്മൾക്ക് ആഗ്രഹമുണ്ട് വഴക്കുണ്ടാക്കരുത്, ദേഷ്യം ഉണ്ടാക്കരുത് എന്നൊക്കെ. പക്ഷെ ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ അറിയുന്നത് അയ്യോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്ന്. കാരണം നമ്മുടെ പല പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന നമ്മളല്ല. ഈ ജഡം എന്ന് പറയുന്ന സാധനത്തിന് 2 കമ്പണൻസ് ഉണ്ട്. ശ്രദ്ധിക്കണേ, എന്താണ് ജഡജീവിതം എന്ന് പറഞ്ഞാൽ 2 കമ്പണൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് അറിയാവുന്ന ഒരു കമ്പണൻ്റ് ഉണ്ട്, ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കുക എന്ന് പറയുമ്പം ആശ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന് കാണാൻ പറ്റാത്ത ഒരു തലമുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ്, ഗ്രന്ഥികൾ. അതാണ് പൗലോസ് പറയുന്നത്, നമുക്കറിയാൻ പറ്റാത്ത, ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത പാപത്തിൻ്റെ റൂട്ട്, വേര് കിടക്കുന്നത് എൻ്റെ അവയവങ്ങളിലാണ്, ഗ്രന്ഥികളിലാണ്. അവിടെ ഉണ്ടാകുന്ന കെമിക്കലും ഹോർമോണുകളൊക്കെയാണ് എന്നെ ഇങ്ങനെ പെരുമാറ്റിപ്പിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ നമ്മുടെ ശരീരത്തിൽ ഒരു നന്മ വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നമുക്കിങ്ങനെ പറയുകയാണെങ്കിൽ, നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ, ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, ഭയങ്കര ദേഷ്യം വരുമോ? കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് എല്ലാവരോടും കരുണയും സ്നേഹവും ക്ഷമയും ഒക്കെ തോന്നുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്താ? നമ്മുടെ ഹോർമോണുകൾ പല രീതിയിൽ പോവും. എങ്ങനെ പോയാലും ഒരു നന്മ ഉണ്ടാവില്ല. സമ്മതിച്ചോ? എങ്ങനെ പോയാലും അത് തിന്മ ഉണ്ടാക്കുള്ളൂ. കാരണം ഈ സ്നേഹം നമുക്ക് മനുഷ്യ സ്നേഹം ഉണ്ടാക്കാം, അതിനെല്ലാം കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. ഈ കൗണ്ടർ ഫോഴ്സ് ഇല്ലാത്ത സ്നേഹത്തെയാണ് അഗപ്പെ എന്ന് പറയുന്നത്. അത് ചുമ്മാ അങ്ങനെ കൊടുക്കും, അൺകണ്ടീഷണലാ. ഈ അൺകണ്ടീഷണൽ ലവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ കൽപ്പനയെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഒരു ഭിക്ഷക്കാരൻ വരുമ്പോൾ അവന് 10 രൂപ കൊടുക്കുന്നതല്ല ഒബീഡിയൻസ് ടു ദ കമാൻഡ്മെൻറ്റ്. എന്താണെന്നറിയോ? അവനെ യേശു എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുന്നതാണ്. അത് അകപ്പെ എൻ്റെ ഉള്ളിൽ വസിക്കാൻ നടക്കില്ല. ദാറ്റ്സ് വൈ ദ സോങ് സൈസ് ഐ കനോട്ട് ഫുൾഫിൽ യുവർ കമാൻഡ്മെൻറ്റ്സ്. ഫുള്ളാക്കാൻ പറ്റില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ അറ്റമൊക്കെ കുറച്ച് കടിച്ചെടുക്കാം, പക്ഷെ അതിന് പൂർത്തിയാക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന, നമ്മുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന പാപങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ ഞാൻ കേന്ദ്രത്തിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ക്രിസ്തു അവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അകപ്പെ, അവിടെ ഒരു, നമ്മളെപ്പോഴും ഈ സ്നേഹത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പാപത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കുന്നവർ മനസ്സിലാകത്തുള്ളൂ. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കും. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിനകത്ത് നമുക്ക് അൺകണ്ടീഷണൽ ലവ് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ കർത്താവ് ഈ ഡ്രാമ? കുറേ പേര് പാപം ചെയ്യുന്നു, അവർ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു ഇറങ്ങി വരുന്നു, മരിക്കുന്നു. ഇവരെല്ലാം ദൈവം മുന്നമേ കണ്ടതാണ്. ആദവും ഹവ്വയും പാപം ചെയ്യുന്നു ദൈവത്തിന് മുമ്പേ അറിയാമായിരുന്നു. പിന്നെ എന്തിനാ ദൈവം ഇതെല്ലാം നീ ഇങ്ങനെ അനുവദിച്ചത് എന്ന് ചോദിച്ചു നോക്കി. എന്നെ മറുപടി കേൾക്കണോ? ദൈവം അവൻ്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ മഹത്വം എങ്ങനെയാണ് കാണുന്നത്? പിതാവ് പുത്രനെ സ്നേഹിക്കുമ്പോൾ ആ മഹത്വം നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അൺകണ്ടീഷണൽ ലവ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല. ദൈവം ആദമിനെ സ്നേഹിക്കുമ്പോഴും അത് കാണാൻ പറ്റില്ല. കാരണം ആദം ബലഹീനതകൾ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവൻ റിസീവ് ചെയ്യുന്ന സ്നേഹത്തിന്, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എത്ര ഇതളുകളുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. എന്നാൽ പാപിയും നശിച്ചവനും ശത്രുവുമായ എന്നെ ദൈവം സ്നേഹിക്കുമ്പോഴാണ്
അവൻ്റെ അകപ്പെ എത്ര ഇതളുകളോടെയാണ് വിടർന്നു നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത് മുഴുവൻ നിലവിളിക്കുന്നവരെയും അലറിക്കരയുന്നവരെയുമാണ്, ഹൃദയം തകർന്നവരെയാണ്. അതെന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലാണ് ദൈവം അവൻ്റെ അഗപ്പയുടെ ഫുൾനെസ് കാണിച്ചു തരുന്നത്. എന്നിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹം അൺകണ്ടീഷണൽ ലവ്, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കാതെ എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ ഏറ്റവും പാപിയായി എന്നെ പിടിക്കുന്നതായിരുന്നു ദൈവത്തിന് ഏറ്റവും നല്ലത്. കാരണം പ്രശംസിക്കുന്നവനെല്ലാം ദൈവത്തിൽ പ്രശംസിക്കാനും അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനും അവൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ, അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താനാണ് ഇങ്ങനൊരു രക്ഷ ഒരുക്കി വെച്ച് നമ്മളെ അതിലൂടെ കടത്തിവിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ മാനപാത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നൊക്കെ പറയുന്നത്. ടു ഷോ ഹിസ് മെഴ്സി, കരുണാപാത്രങ്ങൾ, അവൻ്റെ കരുണ എത്ര ആഴമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗലാത്യലേഖനം 3:21 പറയുന്നു, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം തന്നിരുന്നുവെങ്കിൽ ആ പ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. പക്ഷെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവം തന്നത്. എന്ത് ചെയ്തു എന്ന് വായിച്ചു നോക്കി 21-22. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമില്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അടുത്ത വാക്യം, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. എങ്ങനെ അടച്ചു കളഞ്ഞെന്നറിയോ? നിയമം വെച്ച്, ന്യായപ്രമാണം വെച്ച് എങ്ങനെ അടച്ചു കളഞ്ഞു? പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. അപ്പോൾ പാപികൾ നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും യേശുക്രിസ്തു ഇല്ലാതെ സ്വർഗത്തിൽ പോവോ? ആരും പോവില്ല. യേശുക്രിസ്തു ഇല്ലാതെ നമുക്ക് നന്നാവാൻ പറ്റുമോ? നമ്മുടെ തീരുമാനങ്ങൾ ജയിക്കുവോ? ജയിക്കൂല. വി കനോട്ട്. എവിടെയെല്ലാം ഒരു മനുഷ്യൻ സൽപ്രവൃത്തി കൊണ്ട് വരുന്നുണ്ടോ ബൈബിളിൽ, അവിടെയെല്ലാം കർത്താവ് അവനെ അടുത്ത ഈ മാങ്ങാണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ധനവാനായ മനുഷ്യൻ വന്ന് കുറെ അനുസരിച്ചാന്ന് പറഞ്ഞു, കർത്താവ് അവനും കടിക്കാൻ പറ്റാത്തവണ്ണം വെച്ച് കൊടുത്തു. ഇനി ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 6 വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:6. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. ആണോ? അപ്പം പെർഫെക്റ്റ്. എവിടെ? മാങ്ങാപ്പഴമാണോ മാങ്ങാണ്ടിയാണോ തിന്നത്? മാങ്ങാപ്പഴം. ഇനി 9-ാം വാക്യം വായിച്ചേ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. ന്യായപ്രമാണം എന്ന് പറയുന്നതിന് മാങ്ങാപ്പഴം, അതിന്റെ പൾപ്പ് മാത്രമല്ല. അടുത്ത വാക്യം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അപ്പോ പൗലോസ് എന്താ ആഗ്രഹിക്കുന്നത്? മാങ്ങാപ്പഴവും തിന്നു തീർത്തിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കണം? വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഒരു ഉന്നതമായ ദൈവനീതിയുണ്ട്. ആ നീതി ലഭിച്ചാലേ അവന് ക്രിസ്തുവിലിരിക്കുന്ന അനുഭവം ഉണ്ടാവുള്ളൂ. അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ പോരാ, ക്രിസ്തു അവനിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പോഴേ അവൻ ക്രിസ്തുവിലാണെന്നുള്ള ഉറപ്പ് അവന്, ആ ധൈര്യം അവന് ലഭിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നത്? അവൻ്റെ ജീവനാൽ മാത്രമാണ്. only by him there is no salvation in us. വിശ്വാസികളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുമോ, എത്ര നാൾ വിശ്വാസത്തിലിരുന്നാലും ഇതെല്ലാം കേട്ടാലും പിന്നെയും നമ്മൾ സെൽഫ് എഫേർട്ടിലോട്ട് നോക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വഭാവം. മനുഷ്യൻ അങ്ങനെയാണ്. അവനൊരു പ്രൈഡുണ്ട്. ആ പ്രൈഡ് കാരണം ദൈവവും അവന് ചുമ്മാ ഒന്നും കൊടുക്കുന്ന അവന് ഇഷ്ടമില്ല. അവനവൻ ദൈവത്തോട് പറയുന്നത്, ഞാൻ 10 രൂപ ഇടാം ദൈവമേ, അതിൻ്റെ കടം വീട്ടുന്നതായിട്ട് നീ എന്നെ അനുഗ്രഹിച്ചാൽ മതി. എങ്ങനെയുണ്ട്? ഇതാണ് മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാനൊന്ന് ആയാം, കർത്താവ് പറയും, നീ മിണ്ടാതിരി, ഞാൻ നിന്നെ രക്ഷിക്കാം. വേണ്ടെന്നേ, ഞാനൊന്ന് ആഞ്ഞു പിടിക്കാം. എടാ, നീ പിടിക്കാതിരുന്നാലേ നിന്നെ എനിക്ക് രക്ഷിക്കാം. നമുക്കത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു മൈൻഡല്ല നമ്മുടെ. എല്ലാം തകർന്ന് നിലവിളിച്ചവർ മാത്രമേ ബൈബിളിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ ചുങ്കക്കാരന് പാപിയായ എന്നോട് കാരണം ഉണ്ടായാണ്, ഞാൻ ആയാമ്പോ ഓടാൻ പോകുന്നു പറയാൻ അവനെ കൊണ്ട് പറ്റില്ല. ഹിസ് ബ്രോക്കൺ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് വിറ്റ്സ്. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ ഇനി ഒന്നും ചെയ്യാനില്ല. അവൻ ഒറ്റ, നീ എന്നെ ഓർക്കണേ, ഒന്നും ചെയ്തിട്ടില്ല, എന്നെ നീ ഓർത്താൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. അവൻ പൊളിഞ്ഞു തോറ്റു. നമ്മൾ തോക്കാതെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, ഈ നീന്തൽ അറിയാവുന്നവനെ പിടിച്ച് കുളത്തിലിട്ട് കഴിഞ്ഞാൽ അവൻ നീന്താൻ നോക്കും.
നീന്തൽ അറിയാവുന്നതിനെ പിടിച്ച് അറബിക്കടലിട്ടാലോ? പറ്റുന്നിടത്തോളമൊക്കെ നീന്തും. നീന്തൽ അറിയാൻ മേത്തനെ പിടിച്ചിട്ടാലോ? എവിടെ ഇട്ടാലോ നിലവിളിക്കുള്ളൂ അല്ലേ? അപ്പം നമ്മൾ നിലവിളിക്കണമെങ്കിൽ നമ്മുടെ നിസ്സഹായാവസ്ഥ മനസ്സിലായി ആ ഒരു ബ്രോക്കൺനെസ് നമ്മുടെ ഉള്ളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിന് വലിയ അടിയൊന്നും കിട്ടണ്ട ഈ ബ്രോക്കൺനെസ് ഉണ്ടാകാൻ. കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിലെ ഒരു എൽഡർ സാക്ഷ്യം പറഞ്ഞ് മക്കളോടുള്ള ബന്ധത്തിലാണ് സ്നേഹിക്കാൻ പറ്റാത്തൊരു ക്രൈസിസ് ഒന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നേരത്തെ തിയറിയിൽ അറിയാം, ബൈബിളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. പക്ഷെ അവിടെ വെച്ച് കർത്താവ് കാണിച്ചു കൊടുത്തു, എന്തു മണ്ടന്മാരാ, ഒരു പണിയും നമ്മളെ കൊണ്ട് പറ്റില്ല, അവിടെ തോറ്റു, നീ ട്രൈ ചെയ്താലും നന്നാവില്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, വിശ്വസിക്ക്, നിന്നെ നന്നാക്കാൻ പറ്റുന്ന ഒരുത്തനുണ്ട്. സ്വന്തം ഫ്ലഷിലേക്ക് നോക്കാതെ അവനെ മാത്രം നോക്കി രക്ഷപ്പെടാം. അഗ്നിസർപ്പം കടിച്ചവരെല്ലാം രക്ഷപ്പെടാൻ എന്താ ചെയ്യുന്നത്? പിച്ചർ സർപ്പത്തിലേക്കാണ്. നമുക്ക് സാധിക്കുന്ന രീതിയായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം തരുമെന്ന് വിചാരിച്ചു. രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, എല്ലാവരും 5 മണിക്കൂർ 30 മിനിറ്റ് പ്രാർത്ഥിക്കണം, നമുക്കൊരു മയം വേണ്ടേ, ഒരു 15 മിനിറ്റ് ബൈബിൾ വായിക്കണം, ഒരു ദിവസം ഒരാൾക്കെങ്കിലും ട്രാക്ട് കൊടുക്കണം, പള്ളിയിൽ മീറ്റിംഗ് ഉണ്ട്, കൃത്യമായിട്ട് പോകണം. ഇത്രയും ചെയ്താൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറയുമായിരുന്നു. നമ്മളെല്ലാം ചാടി പിടിച്ച് സ്വർഗത്തിൽ പോയതിനെ. പക്ഷെ അങ്ങനൊന്നും പറഞ്ഞില്ല. കർത്താവ് അങ്ങനെ ജീവിപ്പിക്കാൻ പറ്റുന്നൊരു പ്രമാണമേ തന്നില്ല. ജീവൻ തരുന്ന ക്രിസ്തുവിനെ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് കർത്താവ് തീരുമാനിച്ചിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു പ്രമാണത്താൽ നമ്മളെ തകർത്ത് കളയുക ചെയ്തത്. ഈ തകർത്ത് കളഞ്ഞ ഒരു വലിയ തകർച്ച എന്ന് പറയുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗലാത്യ ലേഖനം 3:22 പറയുന്ന 22 ഒന്നുകൊണ്ട് എടുക്കാം. ഗലാത്യ ലേഖനം 3:22 നമ്മൾ നിർത്താം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. എന്തിനു വേണ്ടിയാ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. അപ്പൊ എല്ലാവർക്കും ഒറ്റ വഴി. എന്താ വഴി? വിശ്വാസം. അതിനുവേണ്ടി എന്ത് ചെയ്തു? സകലരെയും ഈ ന്യായപ്രമാണം പാപത്തിന് കീഴെ തന്നെ അടച്ചു കളഞ്ഞു. ചെയ്യുന്നവൻ ആരുമില്ല. ഓക്കെ, അടുത്ത വാക്യം. വിശ്വാസം വരും മുമ്പേ. അപ്പൊ നമുക്ക് വിശ്വാസം വരുന്ന വരെയുള്ളൊരു കാലമുണ്ട്. നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്രമാണം എന്തിനാണ് വെച്ചിരിക്കുന്നത്? വഴിതെറ്റിപ്പോകാതെ നുറുക്കപ്പെട്ട് ഓരോ സമയത്തും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണ്. നമ്മളിൽ വിശ്വാസം പൂർണ്ണമായി ഉരുവാകുന്നത് വരെ, ക്രിസ്തു നമ്മളിൽ പകരം ജീവിക്കുന്നത് വരെ, ആ ജീവൻ നമ്മൾ അനുഭവിക്കുന്നത് വരെ നമ്മളെ ഈ ന്യായപ്രമാണമാണ് അടച്ചു സൂക്ഷിക്കുന്നത്. വെളിയിൽ പോകാൻ പറ്റത്തില്ല. ന്യായപ്രമാണം ഒരിക്കലും ചാവുന്നില്ല കേട്ടോ. ന്യായപ്രമാണം ചത്തൊന്നും പോകുന്നില്ല. ന്യായപ്രമാണം ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പിണങ്ങുന്നവൻ ചാവുള്ളൂ. എത്ര പേർക്ക് പിണക്കമുണ്ട്? ആരോടെങ്കിലും ലോകത്ത് മരണയോഗ്യരാ. അപ്പോൾ അത് ഇന്നും കേട്ടോണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടവനാ. അപ്പോൾ അവൻ്റെ ഉള്ളം തകർന്ന് തരിപ്പണോ, ഇതെങ്ങനെ ഞാൻ. അപ്പോൾ കർത്താവ് നോക്കാം, എന്നെ നോക്കാം. അപ്പോൾ എന്നെ നുറുക്കി നിർത്താൻ ആര് വേണം? ഈ പ്രമാണം എപ്പോഴും വേണം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന കൃപ എന്ന് പറയുന്നത് ഈ കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അവനിൽ നമ്മുടെ രക്ഷ അവൻ നമുക്ക് ഏൽപ്പിച്ചേക്ക്, നമ്മൾ അവനെ ഏൽപ്പിച്ചേക്കുക. എന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങിയ നിനക്ക് മാത്രം ഇത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കർത്താവെ, ഞാൻ നിനക്ക് വിട്ടിരിക്കുന്നു, എന്നെ നീ എങ്ങനെ വേണമെങ്കിലും നന്നാക്കിയോ, തല്ലിയോ തല്ലിയോ, എനിക്ക് നന്നായേ പറ്റുള്ളൂ. അത് ഞാൻ ശ്രമിക്കുന്നില്ല, നീ എന്നെ നന്നാക്കിയേ പറ്റത്തുള്ളൂ. ദൈവം ചെയ്യുമോ? സ്വപ്രയത്നത്തിൽ ആശ്രയിക്കാതെ ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് നോക്കി. ആ ഒരു അത്ഭുതമായൊരു വിക്ടറി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഒരു ത്രഷോൾഡ്, ഒരു ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്യും. നമ്മുടെ സെൽഫ് എഫേർട്ടിൽ നിന്ന്, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലേക്ക്, നമ്മുടെ ഞാൻ സെൻറ്റേഡ്നെസ്സിൽ നിന്ന് ക്രൈസ്റ്റ് സെൻറ്റേഡ്നെസ്സിലോട്ട് പോകാൻ ഒരു ഹൃദയനുറുക്കമുള്ളൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. അത് ന്യായപ്രമാണമാണ് നമുക്ക് ആ മാനസാന്തരം തരേണ്ടത്. അത് വലിച്ചെറിയുന്നവന് മാനസാന്തരം ഉണ്ടാകത്തേയില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പല എക്സാമ്പിൾസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. ഒരിക്കൽ ന്യായപ്രമാണം വലിച്ചെറിഞ്ഞ് കളഞ്ഞവനൊന്നും പിന്നെ മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മളിൽ തുടർച്ചയായ നുറുക്കം, ഹൃദയനുറുക്കം ഉണ്ടാക്കാൻ, ദൈവത്തിനു മുമ്പിൽ എനിക്കൊന്നും ആകാൻ പറ്റുന്നില്ല, ഞാനൊരു സീറോ ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്ര കഠിനമായ പ്രമാണം. നിങ്ങൾ പുതിയ നിയമം വായിച്ചു നോക്കി, ഏതെങ്കിലും പ്രമാണം അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വലത് കൈ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞവർ ആരെങ്കിലുണ്ടോ? ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു 2007. ഞാനൊരു ദിവസം ഇങ്ങനെ കർത്താവിൻ്റെ പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ കണ്ണ് ഭയങ്കര പ്രശ്നമാണ്, ഇതൊന്ന് എടുത്ത് കളയണം, ഈ കളറൊന്നും കാണണ്ട, ഏത് ഷർട്ട് ഇട്ടേക്കെന്ന് നോക്കണ്ട, വീട്ടിലെ ടൈൽസ് എന്താണെന്ന് നോക്കണ്ട, ആകാശത്തൂടെ പോകുന്ന പക്ഷികളെ ഒന്നും നോക്കണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് ഏതൊരു ഇയർഫോൺ വെച്ച് ബൈബിൾ വചനം വെച്ച് ധ്യാനിച്ചിരിക്കാം. ഇങ്ങനെയൊക്കെ പറയാൻ നല്ല രസമാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല കണ്ണുവേദന, തലവേദന.
ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പം ഡോക്ടർ പറയാം ഗ്ലൂക്കോമയാണ്, കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് ഇടർച്ച വന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, എൻ്റെ കണ്ണ് നീ എനിക്കിങ്ങ് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. 12 വർഷമായി കണ്ണ് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. പറ്റുകയില്ല. തക്ക സമയത്ത് നമ്മൾ പെടച്ച് രക്ഷപ്പെടും. അന്ന് എനിക്ക് മനസ്സിലായത് ഈ കണ്ണെടുത്ത് കളയുക, കൈയെടുത്ത് വെട്ടിക്കളയുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പുതിയ നിയമം ഞാൻ അരിച്ചു പറക്കി നോക്കിയിട്ട് നമ്മൾ ആകെ അനുസരിച്ചിരിക്കുന്നത് സ്നാനമാണ്. അതിനകത്ത് നിങ്ങളുടെ വീട്ടിലൊരു അത്താഴം മുത്താഴം നടക്കുമ്പോൾ വഴിയിരിക്കുന്ന ഭിക്ഷക്കാരെ, മുടന്തരെ കുരുടരെ വിളിക്കുക. എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങളുടെ പുതപ്പൊരുത്തിന് എടുത്തുകൊണ്ട് പോയാൽ ഉടുപ്പും കൂടെ കൊടുക്കുക. അത് ഇന്ന് കാലത്ത് ഉടുപ്പും പുതപ്പും ഇഷ്ടം പോലെ കാണുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നതിന് ഇതാ ചാർജർ, ഇതും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുക. നിങ്ങളുടെ കാറ് കള്ളത്താക്കോലിട്ട് തുറക്കുന്നവന് അത് ഒറിജിനൽ ഇന്ന് അത് കേടാക്കണ്ട, എന്താ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കൊണ്ടുപോകും. പറഞ്ഞിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഇതൊന്നും അനുസരിക്കാതെ നമ്മൾ എങ്ങനെ നീതിമാന്മാർ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ നമ്മളിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് അവൻ്റെ കൽപ്പനകളെ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഈ കൽപ്പനകളെ നമ്മൾ പൂർത്തീകരിക്കും. നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ വിശ്വാസത്തിൽ ഇത് പൂർത്തീകരിക്കുവാൻ കഴിയും. അത് കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനെ നമുക്ക് പകരമായി അവൻ നിർത്തിയത്. കാൽവരി ക്രൂശിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിലും ഈ ക്രിസ്തു നമുക്ക് പകരക്കാരനായി നിന്ന് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നവനാണ്. അവനിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച്. നമ്മുടെ പ്രസംഗം ഇതാ തീർന്നു. ഈ പറയുന്ന കൽപ്പനകൾ ഏതെങ്കിലും നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും എന്തെങ്കിലുമൊക്കെ. കർത്താവിന് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പം നമുക്ക് ആരെ മാത്രമേ ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ? കർത്താവിനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അവൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ട് നിൽക്കുക. എന്നെപ്പോലെ ഒരുത്തിനെയും കൊണ്ട് നീ എന്നാ ചെയ്യാൻ? പക്ഷെ അത് കഴിഞ്ഞ് ആ ദൈവത്തിൻ്റെ നീതി ഇങ്ങനെ മുമ്പ് എനിക്ക് കൂടുതൽ അമ്പരപ്പാ. ഇതൊക്കെ ഞാൻ ചെയ്യുമോ? അപ്പോൾ കർത്താവ്, നീ മിണ്ടാതിരിടാ, ഞാൻ ചെയ്തോളാം. അവൻ എവിടെ ഉണ്ട്? അവൻ എൻ്റെ ഉള്ളിലുണ്ട്. അവനാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവനാലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ആ ജീവനിലേക്ക് വരാതെ നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല. അവൻ്റെ കയ്യിലൊരു കുഞ്ഞായിട്ടിരിക്കുന്നു, എന്തോ ഒരു സന്തോഷമാണ്. ഹീ വിൽ ഫുൾഫിൽ എവറി പ്രോമിസ് ദാറ്റ് ഹി ഹാസ് മെയ്ഡ്. വൺ ഡേ ഐ വിൽ ബി ലൈക്ക് ഹിം. ഒരു ദിവസം ഞാൻ അവനെ പോലെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അങ്ങനെ അവൻ നിർത്തും. അങ്ങനെ നിർത്താൻ അവന് കഴിയുന്നവനായതുകൊണ്ടാണ് അവൻ എന്നെ വിളിച്ചേക്കുന്നത്. സോ മൈ ഫെയ്ത്ത് ഈസ് നോട്ട് ഓൺ മൈ എബിലിറ്റി ഓർ ഓൺ മൈ ഭക്തി ഓർ മൈ piety ഓർ എനിത്തിങ്. ഐ ബിലീവ് ഇൻ ദ എബിലിറ്റി ഓഫ് മൈ ലോഡ്, മൈ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഹിസ് റൈച്ചസ്നെസ്. എൻ്റെ ഫെയ്ത്ത് എൻ്റെ കഴിവിലല്ല, ഞാൻ നാളെ ഇത് ചെയ്യുന്നുള്ളതിലല്ല, നാളെ എനിക്ക് ദൈവം കാശ് കൊണ്ടേ തരും എന്നുള്ളതിലുമല്ല. എൻ്റെ ഫെയ്ത്ത് എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ കഴിവുള്ളവനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവനത് അന്ത്യ ദിവസം വരെയും പൂർത്തീകരിക്കാൻ കഴിയുന്നവനാണ്. നമ്മൾ അങ്ങനെ നമ്മളെ ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ പങ്കാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തത്. കർത്താവ് പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് വിട്ടുകളഞ്ഞ് ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ഒരുത്തനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ വിട്ടുകളയുക എന്ന് പറയുന്നത് എത്രയോ ദുഷ്കരം, ഞങ്ങളത് അസാധ്യമാണ് കർത്താവ്. എന്നാൽ ഞങ്ങളിൽ ആ പണി അവിടുന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് അന്ത്യം വരെയും അവിടുന്ന് തികച്ച് അങ്ങയെപ്പോലെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ മുമ്പിൽ നിർത്തുന്ന ഒരു ദിവസമുണ്ട് കർത്താവെ. ഞങ്ങൾ ആ ദിവസത്തെ പ്രത്യാശയോടെ നോക്കുന്നു, അങ്ങയുടെ പ്രവൃത്തികളിലേക്ക് നോക്കുന്നു കർത്താവെ, അങ്ങയുടെ നീതിയിലേക്ക് മാത്രം നോക്കുന്നു. ഞങ്ങളുടെ ജഡത്തിന് കഴിയുന്ന നീതിയല്ല കർത്താവെ, അങ്ങ് ഞങ്ങളിലൂടെ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ നീതിയുടെ കഠിനമായ ഭാഗങ്ങൾ കർത്താവെ, അതിനെ സ്നേഹിക്കുവാൻ, ആ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുവാൻ, പരാക്രമത്തോടെ ബലാത്കാരികൾ ബലമായി അതിനെ പിടിച്ചെടുക്കുന്ന പോലെ അതിൻ്റെ പിന്നാലെ ചെല്ലുവാൻ, വിശ്വാസത്താൽ കർത്താവെ ഞങ്ങളുടെ പിന്നാലെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.